സോ ഹലോ ഓൾ, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, okay. So hello all, welcome to Entri Technical. സോ ഓഡിബിൾ ആണെന്ന് കരുതുന്നു. ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്യൂട്ട്സിൻ്റെയും പവർ സിസ്റ്റത്തിൻ്റെയും കുറച്ച് എക്സാമിനേഷന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷനുമാണ്. ഓക്കെ, ഓഡിബിൾ ആണെന്ന് കരുതുന്നു. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് സ്ട്രേറ്റ് അവേ ക്വസ്റ്റ്യനിലേക്ക് തന്നെ കടക്കാം. കൺസിഡർ ദ ഫോളോയിങ് ടു ടൈപ്സ് ഓഫ് നോൺ ഐഡന്റിക്കൽ സോഴ്സസ്. രണ്ട് നോൺ ഐഡന്റിക്കൽ സോഴ്സസിനെ കൺസിഡർ ചെയ്യാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സ് E1 of t and E2 of t. സെക്കൻഡ് തിങ് ഇസ് കറണ്ട് സോഴ്സ് I1 ആൻഡ് I2. രണ്ട് വോൾട്ടേജ് സോഴ്സും രണ്ട് കറണ്ട് സോഴ്സും കൺസിഡർ ചെയ്യാം. നോൺ ഐഡന്റിക്കൽ ആണ്. റിഗാർഡിംഗ് ദ മോഡ് ഓഫ് ദെയർ കണക്ഷൻ, അതിനെ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിനകത്ത് അതിനെ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് 4 പോയിന്റ്സ് നമുക്കിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, റിഗാർഡിംഗ് ദ മോഡ് ഓഫ് ദെയർ കണക്ഷൻ, ഫസ്റ്റ് വൺ പറയുന്നത് 1 cannot be connected in parallel and 2 cannot be connected in series. അതായത് അവർ മെൻഷൻ ചെയ്യുന്നത് 1 എന്ന് പറയുന്ന ദിസ് 1 cannot be connected in parallel. ശരിയാണല്ലേ? കാരണം എന്തുകൊണ്ടാണ്? രണ്ടും നോൺ ഐഡന്റിക്കൽ സോഴ്സസ് ആണ്. രണ്ട് നോൺ ഐഡന്റിക്കൽ സോഴ്സസ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വയലേഷൻ ഓഫ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. ഒരു ബ്രാഞ്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം അക്രോസ് ദ പാരലൽ ബ്രാഞ്ച്. സോ അതുകൊണ്ട് തന്നെ E1 of t and E2 of t cannot be connected in parallel. കറക്റ്റ് ആണ്. ആൻഡ് 2 cannot be connected in series. അതും കറക്റ്റ് ആണ്. 2 എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് സോഴ്സ് I1 of t and I2 of t. ഇത് രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കിർച്ചോഫ്സ് കറണ്ട് ലോന്റെ വയലേഷൻ. ഒരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചിന് അറ്റ് ദ സെയിം ടൈം രണ്ട് കറണ്ടിന് ഫ്ലോ ചെയ്യാൻ സാധിക്കത്തില്ല. സോ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ തന്നെയാണ്. 1 cannot be connected in parallel, അതോടൊപ്പം തന്നെ 2 cannot be connected in series. ബാക്കി 4 ഓപ്ഷൻ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ എ വരാൻ കാരണം വയലേഷൻ ഓഫ് KVL അറ്റ് ദ സെയിം ടൈം വയലേഷൻ ഓഫ് കിർച്ചോഫ്സ് കറണ്ട് ലോ KCL. ഓക്കെ, ശരി. നമുക്ക് എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ബാക്കി ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും ബാക്കിയെല്ലാം പോസിബിൾ ആണ് എന്നുള്ളത്. രണ്ട് വോൾട്ടേജ് സോഴ്സ് ഓഫ് ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. രണ്ട് കറണ്ട് സോഴ്സ് ഓഫ് ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ് പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം. സോ ആ ഒരു ഇഷ്യൂ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നില്ല. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. If an ideal voltage source and a current source are connected in series, the combination will have, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് സോഴ്സും ഒരു കറണ്ട് സോഴ്സും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പിനേഷൻ സർക്യൂട്ടിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ ബേസിക് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സും ഒരു കറണ്ട് സോഴ്സും കൂടെ എനിക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോമ്പിനേഷൻ സർക്യൂട്ട്, അതായത് ഒരു വോൾട്ടേജ് സോഴ്സും അറ്റ് ദ സെയിം ടൈം ഒരു കറണ്ട് സോഴ്സും കൂടെ എനിക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പിനേഷൻ സർക്യൂട്ടിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും? നിങ്ങളുടെ ആൻസർ കറക്റ്റ് തന്നെയാണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇറ്റ് ഈസ് ഹാവിംഗ് ദ സെയിം പ്രോപ്പർട്ടി ആസ് ദാറ്റ് ഓഫ് എ കറണ്ട് സോഴ്സ് എലോൺ. കറണ്ട് സോഴ്സ് എലോണിന്റെ പ്രോപ്പർട്ടി തന്നെയായിരിക്കും. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇതൊക്കെ നമ്മൾ സർക്യൂട്ട്സിന്റെ ഇനിഷ്യൽ പോർഷനിൽ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Find the current I1, I2 and I3 respectively in the given figure. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കേഷൻ ഓഫ് കിർച്ചോഫ്സ് കറണ്ട് ലോ. നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ദ കറണ്ട് I1, I2 and I3. സോ കിർച്ചോഫ്സ് കറണ്ട് ലോ ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം ഓരോ പാരലൽ ബ്രാഞ്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും
voltage across the parallel branch will be same. അതുകൊണ്ട് തന്നെ ഞാൻ V എന്ന് പറയുന്നതാണ് വോൾട്ടേജ് അക്രോസ് ദ പാരലൽ ബ്രാഞ്ച് എങ്കിൽ I1 equal to V/4, I2 equal to V divided by 5, അതുപോലെ തന്നെ I3 equal to V divided by 1, where V is the voltage across the parallel branch. ഇത് സോൾവ് ചെയ്യേണ്ട, അത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇപ്പോൾ പറയുന്നത്. സോ അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ എഴുതാം. I1 is to I2 is to I3. V എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ദ പാരലൽ കോമ്പിനേഷൻ ആണ്. ഓക്കെ, സോ I1 is to I2 is to I3 എന്താണ്? 1/4 is to 1/5 is to 1. 1/4 is to 1/5 is to 1. കിട്ടുന്നവർക്ക് ആൻസർ മാർക്ക് ചെയ്യാം. ഓക്കെ, ഈസ് ഈക്വൽ ടു, ഞാൻ ഇതിനെ ഒന്ന് റാഷണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷനിൽ കിടന്ന സോൾവ് ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. സോ അപ്പോൾ അതിനെ റാഷണലൈസ് ചെയ്യാനായിട്ട് ഡിനോമിനേറ്ററിന്റെ LCM എടുക്കുക. 5 4 ആണ് വരുന്നത്, 20 ആണ്. സോ ഡിനോമിനേറ്റർ ത്രൂ ഔട്ട് 20 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്ററിനെ എന്താണ് കറക്റ്റ് ആയിട്ട് ഒരു വോൾ നമ്പറിന്റെ പോർഷനിൽ കിട്ടും. സോ ഡിനോമിനേറ്ററിനെ 20 ആക്കണമെങ്കിൽ എനിക്ക് 5:4:20 എന്ന് എഴുതാം. സോ I1 is to I2 is to I3 equal to 5:4:20. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഞാൻ ത്രൂ ഔട്ട് 20 ആക്കാൻ 4x5 ചെയ്തു, സെക്കൻഡ് പോർഷനെ 5x4 ചെയ്തു, തേർഡ് പോർഷനെ 20 ചെയ്തു. ഇതാണ് എൻ്റെ റേഷ്യോ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പഴയ നമ്മൾ മാത്സിൽ പഠിച്ച കമ്പോണന്റോ ഡിവിഡന്റോ ടെക്നിക്കാണ്. I1 divided by I1 plus I2 plus I3. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? 5 divided by 5 plus 4 plus 20, അതായത് 5 divided by 29. സോ I1 എന്തായിരിക്കും? 5 divided by 29 into I1 plus I2 plus I3, which is equal to 8. So I1 is nothing but 40 divided by 29. I2 എന്തായിരിക്കും? പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. I2 is nothing but I2ന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ആണ് കിടക്കുന്നത്. So 4 divided by 29 into 8. Similarly, I3 is nothing but 20 divided by 29 into 8. സോ ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ഓപ്ഷൻ എ എന്ന് വരും. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. 3 പാരലൽ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജസ് എല്ലാം സെയിം ആണ്. സോ കറണ്ടിന്റെ റേഷ്യോ എടുക്കുമ്പോൾ റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് റേഷ്യോ വരും. അതിനെ റാഷണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വോൾ നമ്പർ കിട്ടും. അതിനെ നമ്മൾ റേഷ്യോ ഫോർമാറ്റിലിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമ്പർ ഓഫ് പാരലൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിലും നമുക്ക് ഇക്വലന്റ് സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പമായിട്ട് റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്താൽ കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഡൗട്ട് വരാൻ പാകത്തിന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല. നെക്സ്റ്റ്, 12 1-ohm resistance are used as edges to form a cube. ഈ ക്വസ്റ്റ്യൻ ഇരുന്ന് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അറിഞ്ഞിരിക്കുക. 12 1-ohm resistance are used as edges to form a cube. ഒരു ക്യൂബ് ഉണ്ടെന്ന് കരുതുക. നമുക്ക് റീസെന്റ് ആയിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറിന് വരെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്യൂബിന്റെ the resistance between two diagonally opposite corners of the cube. ഇതൊരു കോർണർ എ, ഇപ്പുറത്തുള്ളത് ഒരു കോർണർ ബി. ഈ രണ്ട് ടെർമിനലിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ്, ഇതൊരു സിമെട്രിക്കൽ സർക്യൂട്ട് ആണ്. ഈ രണ്ട് കോർണറിന്റെ അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 5/6 ടൈംസ് ആർ. നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷനകത്ത് ഇപ്പൊ ചോദിച്ച ക്വസ്റ്റിനകത്ത് ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 ഓം എങ്ങാണ്ട് മെൻഷൻഡ് ആയിരുന്നു. 6 ഓം എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഒരു ക്യൂബിന്റെ എല്ലാ എഡ്ജിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഡയഗണലി ഓപ്പോസിറ്റ് കോർണേഴ്സ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ ആൻസർ ഇസ് 5/6 ആർ. ഓക്കെ, ഇവിടെ 1 ആണ്. R is equal to 1 ohm. So that means answer is option A. Answer is option A, 5 divided by 6. Okay. ശരി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, റെസിസ്റ്റർ ആണെങ്കിലും ഇൻഡക്ടർ ആണെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ, റെസിസ്റ്റർ ആണെങ്കിലും ഇൻഡക്ടർ ആണെങ്കിലും നമ്മുടെ കാൽക്കുലേഷന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വന്നാലും ഇൻഡക്ടർ സീരീസ് ആയിട്ട് വന്നാലും സെയിം എഫക്റ്റ് ആണ്. റെസിസ്റ്റൻസ് പാരലൈറ്റ് ആണെങ്കിലും ഇൻഡക്ടർ പാരലൈറ്റ് ആണെങ്കിലും സെയിം എഫക്റ്റ് ആണ്. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, കൺസിഡർ ദ സർക്യൂട്ട് ആസ് ഷോൺ ബിലോ വിച്ച് ഹാസ് എ കറന്റ് ഡിപെൻഡന്റ് കറന്റ് സോഴ്സ്. ഒരു സർക്യൂട്ട് നമുക്ക് പ്രൊവൈഡഡ് ആണ്. ഇറ്റ് ഈസ് ഹാവിംഗ് എ കറന്റ് ഡിപെൻഡന്റ് കറന്റ് സോഴ്സ്. ദ വാല്യൂ ഓഫ് V2 ഡിവൈഡഡ് ബൈ V1. ഇവിടെ നമുക്കൊരു കറന്റ് സോഴ്സ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും. കറന്റ് സോഴ്സിന്റെ വാല്യൂ ആൽഫ ടൈംസ് സ്മോൾ ഐ ആണ്.
The value of current source is alpha times small I. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് V2 divided by V1 ആണ്. We are supposed to calculate the value of V2 divided by V1. ഇത് ആൽഫ ടൈംസ് സ്മോൾ ഐ ആണ്. കറണ്ട് ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് ആണ്. സോ ഈ കറണ്ട് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഐ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി ദ കറണ്ട് സെൻഡ് ഫ്രം ദ വോൾട്ടേജ് സോഴ്സ് V1. V1 എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ് ഡെലിവർ ചെയ്യുന്ന കറണ്ടിനെയാണ് ആക്ച്വലി അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് V2 ഡിവൈഡഡ് ബൈ V1. സിമ്പിളായിട്ട് ഒരു ഇക്വേഷൻ നോക്കിയാൽ മതി. പ്രത്യേകിച്ച് ഡിപ്പെൻഡന്റ് സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിരിക്കും. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി വിടത്തില്ല ക്വസ്റ്റ്യൻ. നോക്കാം. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ നോഡ്, ഓക്കെ, ഞാൻ യെല്ലോയിലാണ് മാർക്ക് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. ഈ ഒരു നോഡ് കൺസിഡർ ചെയ്താൽ കറണ്ട് എന്തൊക്കെയാണ് ആ നോഡിലേക്ക് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ആൻസർ കിട്ടുന്നവർ മാർക്ക് ചെയ്യുക. ശരി, നമുക്ക് നോക്കാം. ആദ്യ ജിആർ ആൻസർ ചെയ്തു. നോക്കാം. സ്മോൾ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഇൻകമിംഗ് ആണ്. റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന കറണ്ട് എന്താണ്? ആൽഫ ഇൻറ്റു സ്മോൾ ഐ. കാരണം ഈ ആൽഫ ഐ എന്ന് പറയുന്ന ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് ഈ ഒരു പർട്ടിക്കുലർ നോഡിൽ എത്തിയിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ അത് ലെഫ്റ്റിലേക്ക് തന്നെ മൂവ് ചെയ്യും. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, മാളവിക, ദൃശ്യ, ഓക്കെ, കറക്റ്റ് ആണ്. ഈ രണ്ട് കറണ്ടും കൂടെ ഐയും ആൽഫ ഐയും കൂടെ ആഡ് ആയിട്ട് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസിലേക്ക് താഴേക്ക് ഫ്ലോ ചെയ്യും അല്ലേ. സോ ഇറ്റ് ഈസ് 1 പ്ലസ് ആൽഫ ഇൻറ്റു ഐ. അതായത് ഐ പ്ലസ് ഐ ആൽഫ, വിച്ച് ഇസ് നത്തിങ് ബട്ട് 1 പ്ലസ് ആൽഫ ഇൻറ്റു ഐ. V2 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റർ ക്യാപിറ്റൽ ആർ. V2 എന്താണ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ക്യാപിറ്റൽ ആർ. സോ V2 ഇസ് നത്തിങ് ബട്ട് 1 പ്ലസ് ആൽഫ ഇൻറ്റു സ്മോൾ ഐ ഇൻറ്റു ആർ. ഇതാണ് V2. ഇനി എനിക്ക് എന്ത് ചെയ്യണം? V1 കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് വേണ്ടത് റേഷ്യോ V2 ഡിവൈഡഡ് ബൈ V1 ആണ്. V1 എങ്ങനെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം? ഈ സർക്യൂട്ട് ഒബ്സർവ് ചെയ്യാം. നമുക്ക് വേണ്ടത് V1. ഇനിഷ്യലി നമുക്കൊരു ലൂപ്പ് കാണാം. ആ ലൂപ്പിലിട്ട് സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് തന്നേക്കുന്ന ഓപ്ഷനിൽ ഒരു ഓപ്ഷനിലേക്ക് അറൈവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻ നോക്കുക. ഒന്നുകിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ആൽഫ. സോ V1 ഞാൻ ഫസ്റ്റ് ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ സെയിം ആണ്. ഒരു റെസിസ്റ്റൻസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സ്മോൾ ഐയും മറ്റേ റെസിസ്റ്റൻസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 പ്ലസ് ആൽഫ ഇൻറ്റു ഐ ആണ്. സോ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കിർച്ചോഫ്സ് വോൾട്ടേജിലോ ഫസ്റ്റ് ലൂപ്പിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം? എപ്പോഴും KVലേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആണ്. സോ കറണ്ട് അതിന്റെ ഡയറക്ഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. സോ നമുക്ക് റാൻഡം ആയിട്ട് ഒരു പൊളാരിറ്റി അസൈൻ ചെയ്യേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, മേളിൽ പോസിറ്റീവ്, മേളിൽ താഴെ നെഗറ്റീവ്. ഇനി കിർച്ചോഫ്സ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ. സോ നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ല. V1 ഈസ് ഈക്വൽ ടു സ്മോൾ ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ. നമ്മളെ മേളിലത്തെ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഷണ്ട് റെസിസ്റ്റർ. എത്രയാണ്? 1 പ്ലസ് ആൽഫ ഇൻറ്റു സ്മോൾ ഐ. സോ 1 പ്ലസ് ആൽഫ ഇൻറ്റു സ്മോൾ ഐ ഇൻറ്റു ആർ, വിച്ച് ഇസ് നത്തിങ് ബട്ട് 2 പ്ലസ് ആൽഫ ഇൻറ്റു സ്മോൾ ഐ ഇൻറ്റു ആർ എന്ന് വരും. IR പ്ലസ് ആൽഫ IR, അതെന്ന് പറഞ്ഞാൽ 2 പ്ലസ് ആൽഫ ഇൻറ്റു സ്മോൾ ഐ ഇൻറ്റു ആർ. സോ V1 ഇസ് നത്തിങ് ബട്ട് 2 പ്ലസ് ആൽഫ ഇൻറ്റു സ്മോൾ ഐ ഇൻറ്റു ആർ. V2 തന്നിട്ടുണ്ട്, V1 കിട്ടി. സോ വാട്ട് ഈസ് V2 ഡിവൈഡഡ് ബൈ V1? V2 by V1 equal to 1 plus alpha divided by 2 plus alpha. Okay. So answer എന്ന് പറയുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ സി. നമുക്ക് രണ്ട് സ്റ്റെപ്പിൽ ഈ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി. പക്ഷെ ഇത് അപ്രോച്ച് ചെയ്ത് തുടങ്ങാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ വരുന്നുള്ളൂ. ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല നമ്മുടെ ഒബ്ജക്റ്റീവ് ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട്. ഓക്കെ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, 1 plus alpha divided by 2 plus alpha. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ ക്വസ്റ്റിനകത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സർക്യൂട്ട്. ബൈ ഹൗ മച്ച് ദ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ലീഡ് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. ഒരു സർക്യൂട്ടാണ്. ബൈ ഹൗ മച്ച് ദ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ലീഡ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. സോ ഈ സർക്യൂട്ട് നോക്കുമ്പോൾ സർക്യൂട്ടിനകത്ത് നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് കാണാം. ഓക്കെ, വി ഹാവ് എ വോൾട്ടേജ് സോഴ്സ്, ഒരു ഇൻഡക്ടർ കാണാം, ഈ കപ്പാസിറ്ററും കാണാം. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം?
എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇതൊരു ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട് പോലെ തോന്നാം. പക്ഷേ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നത്തില്ല. ഈ സർക്യൂട്ടിനകത്ത് കപ്പാസിറ്ററിന് അക്രോസ് ഒരു 1 ohm റെസിസ്റ്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് തന്നിട്ടുണ്ട് അക്രോസ് ദ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ. വോൾട്ടേജ് ഇസ് 2∠0. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഫൈനലി വേണ്ടത് ആംഗിൾ മാത്രമാണ്. നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഫൈനലി വേണ്ടത്? ആംഗിൾ ആണ് ബിറ്റ്വീൻ VL ആൻഡ് VC. സോ ഞാൻ ആദ്യം VC ഒന്ന് ഡ്രോ ചെയ്തു. ഇതാണ് VC, വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ കിട്ടി. ഓക്കെ, വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 2∠0. ഇറ്റ് ഈസ് 2∠0. ബാക്കിയൊക്കെ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ കിട്ടി. വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ വേണമെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ഇസ് നത്തിങ് ബട്ട് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഇൻഡക്ടറിൽ നിന്ന് 90 ഡിഗ്രി ലീഡിംഗ് ആയിരിക്കും വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ. ഓർക്കുക, സോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഇൻഡക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനേക്കാളും 90 ഡിഗ്രി ലീഡിംഗ് ആയിരിക്കും വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ. ഓക്കെ, സോ കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ICയും വേണം, IRും വേണം. വാട്ട് ഈസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ? ഇറ്റ് ഈസ് V ഡിവൈഡഡ് ബൈ 1 ohm എന്ന് പറഞ്ഞാൽ 2/1 വിച്ച് ഈസ് ഈക്വൽ ടു 2 ആംപിയർ. ശ്രദ്ധിക്കുക, ഈ 2 ആംപിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ഫേസ് വിത്ത് 2∠0. എന്തുകൊണ്ടാണ്? കാരണം വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ എന്ന് പറയുന്ന ആ വോൾട്ടേജ് ഏത് ആംഗിളിലാണ് ഇരിക്കുന്നത് അതേ ആംഗിളിൽ തന്നെ ആയിരിക്കും കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ. അത് തമ്മിൽ ഒരു ആംഗിൾ വരാൻ പോകുന്നില്ല, പ്യൂർലി റെസിസ്റ്റീവ് ആയതുകൊണ്ട്. സോ IR ഇസ് ഈക്വൽ ടു 2 ആംപിയർ. ഈ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ തന്നെയാണ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ. ഓക്കെ, അടുത്തതായിട്ട് കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ കാൽക്കുലേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇൻഡക്ടർ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് നമുക്കൊരു വഴിയില്ല. സോ ICയും കാൽക്കുലേറ്റ് ചെയ്യണം, IRും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിന്റെ രണ്ടിന്റെയും കൂടെ വെക്ടർ സമാണ് IL. IC എന്താണ്? IC ഈസ് നത്തിങ് ബട്ട് എപ്പോഴും കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. സോ V ഇൻറ്റു ω/C. വോൾട്ടേജ് എന്താണ്? 2. ω എന്താണ്? സപ്ലൈ ഫ്രീക്വൻസി 2. C എന്താണ്? ഇറ്റ് ഈസ് 0.5. സോ ആൻസർ എന്താണ്? 2 × 0.51. സോ ആൻസർ ഇസ് 2 ആംപിയർ. കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 2 ആംപിയർ. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ നമ്മുടെ കയ്യിലുണ്ട്. കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ വിൽ ബി ഓൾവേസ് ലീഡിങ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. സോ കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ ഡെഫിനറ്റ്ലി ഇതായിരിക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ, കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ. J വെച്ചൊക്കെ എഴുതുന്നവർക്കും എഴുതാം, ഇല്ല എങ്കിൽ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാലും മതി. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും 90 ഡിഗ്രി ലീഡിംഗ് ആയിരിക്കും കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ. സോ അതിന്റെ വാല്യൂയും കിട്ടി 2 ആംപിയർ. സോ 2 ആംപിയർ 90 ഡിഗ്രി മുകളിലേക്ക്, 2 ആംപിയർ റൈറ്റിലേക്ക്. സോ ഇതിന്റെ വെക്ടർ സമാണ് ആക്ച്വലി IL. 2 × 2 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? 2 + J2 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. വിൽ ഗീവ് യു ദ വാല്യൂ ഓഫ് ഇൻഡക്ടർ കറണ്ട്. 2 + J2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾ എന്താണ്? സോ ഇൻഡക്ടർ കറണ്ട് ഇസ് ആക്ച്വലി ലീഡിംഗ്. ഇതാണ് ഇൻഡക്ടർ കറണ്ട്. ഇറ്റ് ഈസ് 2√2 എന്ന് വരും അല്ലേ? √2² + 2² എന്ന് പറഞ്ഞാൽ 4 + 4 8. √8 എന്ന് പറഞ്ഞാൽ 2√2. ആംഗിൾ വിൽ ബി 45 ഡിഗ്രി. നമുക്ക് ഇൻഡക്ടർ കറണ്ട് കിട്ടി. ഇൻഡക്ടർ കറണ്ട് ഇസ് അറ്റ് ആംഗിൾ 45 ഡിഗ്രി ലീഡിംഗ് വിത്ത് റെസ്പെക്ട് ടു VC തന്നെയാണ്, വിത്ത് റെസ്പെക്ട് ടു VC. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? VLന്റെ പൊസിഷൻ നമ്മുടെ ലൊക്കേഷൻ മാത്രം മതി. VLന്റെ മാഗ്നിറ്റ്യൂഡ് വേണ്ട, കാരണം നമുക്ക് അതിന്റെ ആംഗിൾ മാത്രം കിട്ടിയാൽ മതി. നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് ഇൻഡക്ടർ കറണ്ട് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ? കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ വിൽ ബി ലാഗിങ് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ബൈ 90 ഡിഗ്രി. കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ കിട്ടി. സോ VL ഇവിടെ ആയിരിക്കും. ദിസ് ആംഗിൾ വിൽ ബി ഡെഫിനറ്റ്ലി 90 ഡിഗ്രി. എങ്കിൽ മാത്രമേ ശരിയാവത്തുള്ളൂ. സോ എന്തായിരിക്കും വാട്ട് ഈസ് ദ ടോട്ടൽ ആംഗിൾ? VL മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ VL ആൻഡ് VC? ഫേസർ ഡയഗ്രാം ഒബ്സർവ് ചെയ്യുക, ഗെറ്റ് ദ ആൻസർ. എത്രയായിരിക്കും? ആംഗിൾ ബിറ്റ്വീൻ VL ആൻഡ് VC ഈസ് നത്തിങ് ബട്ട് എത്രയായിരിക്കും? കറക്റ്റ് ആണ്, വെരി ഗുഡ്. ആൻസർ ഈസ് ഓപ്ഷൻ C അല്ലേ? ആൻസർ ഈസ് ഓപ്ഷൻ C, 135 ഡിഗ്രി. ഓക്കെ, സോ ആൻസർ എന്തായി വരുന്നത്? ആൻസർ ഈസ് 135 ഡിഗ്രി. 90 + 45. 90 + 45 ഡിഗ്രി. ആൻസർ ഈസ് ഓപ്ഷൻ C. ഓക്കെ, സോ ഈ ക്വസ്റ്റിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. വളരെ സ്ലോ ആയിട്ട് ചിന്തിക്കുക. വളരെ സ്ലോ ആയിട്ട് ചിന്തിച്ചാൽ തെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. റെസിസ്റ്റർ ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്, സോ കറണ്ട് ഇൻ ഫേസ് ആയിരിക്കും. കപ്പാസിറ്റർ ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്, സോ കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ 90 ഡിഗ്രി ലീഡിംഗ് ആയിരിക്കും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
കാൽക്കുലേഷൻ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയുള്ള വാല്യൂസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 2 + J2 ഡെഫിനറ്റ്ലി 45 ഡിഗ്രി ലീഡിംഗ് ആയിരിക്കും റിസൾട്ടന്റ്. അതിനേക്കാളും 90 ഡിഗ്രി ലീഡിംഗ് ആയിരിക്കും വോൾട്ടേജ്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് ആ വോൾട്ടേജിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി 135 ഡിഗ്രി. ഓക്കെ, കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. കിട്ടാത്തവർ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The RL circuit of the figure is fed from a constant magnitude, variable frequency, sinusoidal voltage source V. ഓക്കെ, ഒരു RL സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. RL സർക്യൂട്ട് is fed from a constant magnitude, variable frequency, sinusoidal voltage source V. ഓക്കെ, അറ്റ് 100 Hz. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷനും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറൊക്കെ എഴുതിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ്റെ നിലവാരം കൂടിയിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസറിനൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, പക്ഷേ അതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്, പ്രീവിയസ് ഓരോ എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് മെജോറിറ്റി ക്വസ്റ്റ്യനും. ഡേറ്റ പോലും മാറാതെ അവരെങ്ങനെ പിക്ക് ചെയ്തിട്ടിട്ടുണ്ട്. സോ മാക്സിമം കുറച്ച് ടഫർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, at 100 Hz, R and L element each has a voltage drop U RMS. 100 Hz അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R and L element is having a voltage drop U RMS. സോ ഞാനത് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ദിസ് ഇസ് U RMS, ഇതും U RMS. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ് ഇത് ആറും ഇത് എല്ലും ആണ്. റെസിസ്റ്ററിൻ്റെയും ഇൻഡക്ടറിൻ്റെയും അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് U RMS. സോ സപ്ലൈ വോൾട്ടേജ് എന്തായിരിക്കും? ഞാൻ കൂടുതൽ എഴുതാനൊന്നും പോകുന്നില്ല. √2 ടൈംസ് U RMS ആണ്. ഡെഫിനറ്റ്ലി അങ്ങനെ ആയിരിക്കണം. ഓക്കെ, ആറും എല്ലും ആണ്. സോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതുന്നില്ല. ആറിൻ്റെയും എല്ലിൻ്റെയും അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി എന്തായിരിക്കും ഡിഫറൻസ് ഉണ്ടാവും. അതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ U_RMS² + U_RMS², വിച്ച് ഇസ് നത്തിങ് ബട്ട് √2 U_RMS. അതാണ് ഇൻപുട്ട് വോൾട്ടേജ്. ഇതിന് വേറൊരു മീനിങ് കൂടെ ഉണ്ട്. എന്താണ് U_RMS? അതിൻ്റെ അർത്ഥം എന്താണ്? R = XL എന്ന് പറയുന്ന ഒരു മീനിങ് കൂടെ അതിനകത്ത് വരുന്നുണ്ട്. കാരണം കറണ്ട് ഫ്ലോയിങ് സെയിം ആയിരിക്കും, സീരീസ് സർക്യൂട്ട് ആണ്. R = XL ആണ്. R = ω/L തന്നെയാണ്. R = ω/L. ഇനിയിപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഇനിയിപ്പോൾ അവർ ചെയ്യുന്നത് ഫ്രീക്വൻസി 100 Hz നിന്ന് 50 Hz മാറ്റി. ഫ്രീക്വൻസി മാറ്റുമ്പോൾ സപ്ലൈ സോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന് ഒന്നും പറ്റത്തില്ല എന്ന് ഓർക്കുക. ഫ്രീക്വൻസി 100 നിന്ന് 50 മാറ്റി. ഫ്രീക്വൻസി 100 നിന്ന് 50 മാറ്റിയപ്പോൾ വാട്ട് ഈസ് ദ ന്യൂ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റർ R എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ന്യൂ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റർ R? ഫ്രീക്വൻസി എത്രയെന്നും എങ്ങനെയായിട്ട് മാറ്റി? 100 നിന്ന് 50 മാറ്റി. സോ 100 നിന്ന് 50 മാറ്റിയപ്പോൾ ആക്ച്വലി എക്സലിന്റെ വാല്യൂ ഹാഫായി മാറി. എക്സലിന്റെ വാല്യൂ ഹാഫായി മാറി. എക്സലിന്റെ വാല്യൂ ഹാഫായി കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൽ ആക്ച്വലി എന്തായിരിക്കും സംഭവിക്കുക? ഈ സർക്യൂട്ടിൽ നിന്ന് കൂടുതൽ കറണ്ട് സപ്ലൈയിൽ നിന്ന് ഡ്രോ ചെയ്യും. റെസിസ്റ്ററിന്റെ വാല്യൂ മാറുന്നില്ല, സർക്യൂട്ടിന്റെ സപ്ലൈ വോൾട്ടേജ് മാറുന്നില്ല. സർക്യൂട്ടിൽ നിന്നും കൂടുതൽ കറണ്ട് സപ്ലൈയിൽ നിന്നും ഡ്രോ ചെയ്യും, കാരണം ഇംപിഡൻസ് വാല്യൂ കുറഞ്ഞു. ആ സമയത്ത് എന്താണ് സംഭവിക്കുക? കറണ്ട് ഡ്രോൺ വിൽ ബി മോർ. ഡെഫിനറ്റ്ലി വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ R എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും. വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ R വിൽ ഇൻക്രീസ്, കാരണം കറണ്ട് ഡ്രോയിൻ കൂടും. സോ അങ്ങനെ തന്നെ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും അപ്പം തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം. √5/8 √2/3 ആണ്. നെക്സ്റ്റ് നമ്മളിലുള്ളത് √8/5 √3/2 ആണ്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ആറിന്റെ വാല്യൂ ഞാൻ എക്സ് എന്ന് പറഞ്ഞ് എടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻഡക്ടർ തരുന്ന ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി x/2. എന്തായിരിക്കും? x/2. സോ നിങ്ങൾക്ക് ഇനി ഇതിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തിട്ട് നിങ്ങൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഒരു ഡ്യൂട്ടി ആയിരിക്കട്ടെ. ഇത്രയും പറഞ്ഞ് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നിങ്ങൾക്ക് സേഫ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ R വിൽ ബി ഗ്രേറ്റർ. സോറി, ആൻസർ ഡി അല്ല, ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ ആണല്ലോ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ x/2 ഇവിടെ x ആണ്. അപ്പോൾ വോൾട്ടേജ് ശ്രദ്ധിക്കുക. ഇവിടെ ഞാനിപ്പോൾ ഒരു x എന്ന് പറയുന്ന വോൾട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിന്റെ ഹാഫേ വരത്തുള്ളൂ. ദാറ്റ് മീൻസ് 2:1 റേഷ്യോയിലാണ് വോൾട്ടേജ് സ്പ്ലിറ്റ് ആവുന്നത്. 2:1 റേഷ്യോയിലാണ് വോൾട്ടേജ് ആക്ച്വലി സ്പ്ലിറ്റ് ആവുന്നത്. ഓക്കെ, 2:1 റേഷ്യോയിൽ വോൾട്ടേജ് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും?
പ്ലീസ് ഓൾ ശ്രദ്ധിക്കുക. 2:1 റേഷ്യോയിലാണ് എൻ്റെ വോൾട്ടേജ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. സോ ഞാൻ പറയുന്നു, ഞാൻ ഇതിൻ്റെ ഒരു റേഷ്യോ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് എനിക്ക് 2x² + 1x² എന്ന് വരും. ഓക്കെ, സോ ഞാൻ 2² + 1² എന്ന് പറയുന്നത് എടുക്കുന്നു, വിച്ച് ഇസ് നത്തിങ് ബട്ട് 4 + 1 √5. ഓക്കെ, 4 + 1 √5. സോ വാട്ട് ഇസ് ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ? ആ സമയത്ത് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ 2 ആണ്, സപ്ലൈ വോൾട്ടേജ് √5 ആണ്, ടോട്ടൽ വോൾട്ടേജ് എന്താണ്? ആക്ച്വൽ ടോട്ടൽ വോൾട്ടേജ് √2 URMS. ഇത്രയേ ഉള്ളൂ സൊല്യൂഷൻ. ശ്രദ്ധിക്കുക, ആറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 2 ടൈംസ് എല്ലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിരിക്കും. ആറിൽ അക്രോസ് ഉള്ള വോൾട്ടേജ് 2 ടൈംസ് എല്ലിന് അക്രോസ് ദ വോൾട്ടേജ്. സോ ആ സമയത്ത് ഞാൻ റേഷ്യോ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് എനിക്ക് √2² + 1² പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഞാൻ പ്രൊപ്പോർഷണാലിറ്റി മാത്രമേ എഴുതുന്നുള്ളൂ. ഞാൻ ഓക്കെ, സോ 2 / √2² + 1² എന്ന് പറയുന്ന വോൾട്ടേജ് ആ ഒരു ഫ്രാക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റേഷ്യോയിലായിരിക്കും നമ്മുടെ സപ്ലൈ വോൾട്ടേജ് സ്പ്ലിറ്റ് ആയി പോകുന്നത്. സപ്ലൈ വോൾട്ടേജ് √2 ടൈംസ് URMS, ഇത് ആക്ച്വലി ചേഞ്ച് ആവുന്നില്ല. നെക്സ്റ്റ് കേസിൽ എന്താണ് വരുന്നത്? ഫ്രീക്വൻസി ഞാൻ 50% ആക്കിയപ്പോൾ റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇൻഡക്ടറിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിനേക്കാണ് ട്വൈസ് ആണ്. സോ 2:1 റേഷ്യോ നമുക്ക് ഡയറക്റ്റ് സ്പ്ലിറ്റ് എടുക്കാൻ പറ്റില്ല, കാരണം ഇത് 6 8 ആണ് വരുന്നത്. സോ 2ഉം 1ഉം റേഷ്യോയിൽ വോൾട്ടേജ് സ്പ്ലിറ്റ് ആയി വന്നു കഴിഞ്ഞാൽ നെറ്റ് വോൾട്ടേജ് ആ കേസിൽ √5 ആയിരിക്കണം, √2² + 1² ആയിരിക്കണം സപ്ലൈ വോൾട്ടേജ്. സോ ടോട്ടൽ റേഷ്യോ എന്തായിരിക്കും? 2 / √2² + എന്താണ് 1². ആ റേഷ്യോയിലാണ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഡെവലപ്പ് ചെയ്യുന്നത്. സോ 2 / √2² + 1² ഇൻറ്റു ആക്ച്വൽ സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ URMS ഇൻറ്റു √2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഇത് എത്രയാണ് വരുന്നത്? 2 / √5 ഇൻറ്റു √2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2√2 / √5 URMS. ഓക്കെ, 2√2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് √8. ഇറ്റ് ഈസ് √8/5 URMS. ഓക്കെ ആണല്ലോ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനെ നിങ്ങൾക്ക് എക്സ് എന്നൊക്കെ വെച്ച് വേരിയബിൾ ഒക്കെ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. കാരണം ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു 2x ഇവിടെ എക്സ് ആണെങ്കിൽ നിങ്ങൾ എക്സിന്റെ ടേംസിൽ എഴുതേണ്ടി വരുമെന്നുള്ളതേ ഉള്ളൂ. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ 2x ഡിവൈഡഡ് ബൈ സപ്ലൈ വോൾട്ടേജ് ആ സമയത്ത് √5 ടൈംസ് എക്സ് എന്ന് വരും ഇൻറ്റു √2 ടൈംസ് URMS വിൽ ഗെറ്റ് യു ദ വാല്യൂ 2√2/5. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക, സോൾവ് ചെയ്തിട്ട് മനസ്സിലാകുക. ഓക്കെ, ശരി, നമുക്കെന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. The current read by the ammeter A in the AC circuit shown in the figure is. What is the current read by the ammeter A in the AC circuit shown in the following figure? എന്തായിരിക്കും അമ്മീറ്റർ എ കാണിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത്? ഇതൊരു പാരലൽ സർക്യൂട്ട് ആണ്. ഇതിനകത്ത് റെസിസ്റ്റർ വരുന്നുണ്ട്, ഇൻഡക്ടർ വരുന്നുണ്ട്, കപ്പാസിറ്റർ വരുന്നുണ്ട്. ഈ കേസിനകത്ത് അമ്മീറ്റർ എ റീഡ് ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? പെട്ടെന്ന് സോൾവ് ചെയ്യാം. നോക്കാം. ആതിര GRC പറയുന്നു, അത് ഈ ക്വസ്റ്റിൻ്റെ ആണോ എന്നറിയില്ല, നോക്കാം. ഇതിനകത്ത് കറണ്ട് ആക്ച്വലി ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. 5ഉം 3ഉം 1ഉം ആണ് നമ്മളുടെ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സുബീന, അതുൽ, നോക്കാം. കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ 3 ആംപിയർ. അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജിന് ഇൻ ഫേസ് ആയിരിക്കും കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ. ഓക്കെ, ഇത് IR ആണ്. കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 5 ആംപിയർ. 5 ആംപിയർ മുകളിലേക്ക് ഫ്ലോ ചെയ്യും. 5 ആംപിയർ മുകളിലേക്ക് ഫ്ലോ ചെയ്യും. ഇതാണ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കപ്പാസിറ്റർ. കാരണം ഈ പാരലൽ ബ്രാഞ്ചിന് അക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജിന് 90 ഡിഗ്രി ലീഡിങ് ആയിരിക്കും കറണ്ട്. നോക്കാം. കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഇൻഡക്ടർ എന്തായിരിക്കും? ഇൻഡക്ടർ താഴേക്ക് വരും. എന്താണ്? 1 ആംപിയർ. ഇത് ഇൻഡക്റ്റീവ് കറണ്ട് ആണ്. മിക്സഡ് റെസ്പോൺസ് വരുന്നുണ്ട് അല്ലേ? സോ എന്തായിരിക്കും ഇതിന്റെ നെറ്റ് കറണ്ട് എന്ന് പറയുന്നത്? നെറ്റ് കറണ്ട് ഒന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ മീൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ആംപിയർ റൈറ്റിലേക്ക് ഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ ഇത് റെസിസ്റ്റീവ് കറണ്ട് ആണ്. ഇത് കപ്പാസിറ്റർ കറണ്ട് ഇൻഡക്റ്റീവ് കറണ്ടും ഔട്ട് ഓഫ് ഫേസ് ആണ് അല്ലേ? സോ 5 - 1 എനിക്ക് എടുക്കാം 4 ആംപിയർ. സോ ടോട്ടലി ഇതാണ് എൻ്റെ ഇക്വലന്റ് ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കപ്പാസിറ്ററും കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഇൻഡക്ടറും ഔട്ട് ഓഫ് ഫേസ് ആണ്. സോ നിങ്ങൾക്ക് അത് ഡയറക്റ്റ്ലി സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസർ കിട്ടും. അതിനെ സം എടുക്കാം. 4 ആംപിയർ 3 ആംപിയർ ഇടയ്ക്ക് വരുന്ന ആംഗിൾ 90 ഡിഗ്രി. ഇതിനെ സോൾവ് ചെയ്യാം. എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്? ടോട്ടൽ കറണ്ട് I =
root of 3 square plus 4 square, which is equal to 5 ampere. Okay, correct ആണ്. Answer is option A, 5 ampere. ഇത് എന്ത് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ആണെന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഇത് എന്ത് ടൈപ്പ് ഓഫ് സർക്യൂട്ട്, കപ്പാസിറ്റീവ് നേച്ചർ ആയിട്ടുള്ള സർക്യൂട്ട് ആണോ, ഇൻഡക്റ്റീവ് നേച്ചർ ആയിട്ടുള്ള സർക്യൂട്ട് ആണോ, ഇതിന്റെ റെസൊണന്റ് കണ്ടീഷൻ, ഇതിന്റെ ബാൻഡ് വിഡ്ത്ത്, അങ്ങനെ ഒരുപാട് അനാലിസിസ് പാരലൽ RLC സർക്യൂട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതൊക്കെ നമ്മുടെ കോഴ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇതിപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ആയിരിക്കും, ഇൻഡക്റ്റീവ് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ആയിരിക്കും, കപ്പാസിറ്റീവ് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ആയിരിക്കും എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. എന്തായിരിക്കും, എന്ത് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ആയിരിക്കും, ഇൻഡക്റ്റീവ് ആണോ കപ്പാസിറ്റീവ് ആണോ? സിമ്പിളായിട്ട് ഞാനിപ്പോൾ പറഞ്ഞതിനകത്ത് തന്നെ അതിൻ്റെ ആൻസർ വരുന്നുണ്ട്. കാരണം കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ 3 ആംപിയർ ആണ്, അതിന് ഇൻഫേസ് ആയിരിക്കും വോൾട്ടേജ്. സോ ഇതാണ് വോൾട്ടേജ്. നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് ലീഡിങ് ദ വോൾട്ടേജ് ആണ്. സോ ഡെഫിനറ്റ്ലി ആൻസർ ഇസ് ദൃശ്യ, ശരത്, ശ്രീജ, അഭിലാഷ്, സുവിന. ഓക്കെ, കറക്റ്റ് ആണ്. ആൻസർ ഇസ് കപ്പാസിറ്റീവ്. ഈ സർക്യൂട്ടിന്റെ മൊത്തത്തിലുള്ള നേച്ചർ എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് നേച്ചർ ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു റീസെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷനകത്ത്. അതിനകത്ത് ഒരു പാരലൽ റെസൊണൻസ് കണ്ടീഷനകത്ത് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തപ്പോൾ കറണ്ട് വോൾട്ടേജിനേക്കാൾ ലാഗ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പാരലൽ റെസൊണൻസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടോ, എന്താണെങ്കിലും കറണ്ട് വോൾട്ടേജിനേക്കാളും ലാഗിങ് ആണെങ്കിൽ സർക്യൂട്ട് ഇസ് പ്രിഡോമിനന്റ്ലി ഇൻഡക്റ്റീവ് തന്നെയാണ്. ക്വസ്റ്റ്യൻ കറക്റ്റ് ഓർമ്മയില്ല, അങ്ങനെ എങ്ങാണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, കറക്റ്റ് ആണ്. ആൻസർ ഇസ് കപ്പാസിറ്റീവ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 5 ആംപിയർ. ഓക്കെ, ദ ക്വാളിറ്റി ഫാക്ടർ ഓഫ് എ പാരലൽ റെസൊണന്റ് സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫോർമുലാസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക എക്സാമിനേഷനകത്ത്. ക്വാളിറ്റി ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനോ, ബാൻഡ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനോ, സീരീസ് RLC സർക്യൂട്ടിനെ പാരലൽ RLC സർക്യൂട്ടിനെ കാണാതെ പഠിക്കാൻ പാടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മതി. എന്താണ് ക്വാളിറ്റി ഫാക്ടറിന്റെ ബേസിക് എക്സ്പ്രഷൻ എന്ന് അറിഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, കറക്റ്റ് ആണ്. ഇത് നോക്കി പറയേണ്ട സമയമായി. ആൻസർ ഇസ് ഓപ്ഷൻ ബി തന്നെയാണ്, കറക്റ്റ് ആണ്. ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ സീരീസ് RLC സർക്യൂട്ടും ഉണ്ട്, പാരലൽ RLC സർക്യൂട്ടും ഉണ്ട്. സീരീസ് RLC സർക്യൂട്ടിൽ കറണ്ട് എടുക്കുക. ക്വാളിറ്റി ഫാക്ടർ ഇക്വൽ ടു എന്തായിരിക്കും? ഒന്നെങ്കിൽ IC/IR എടുക്കുക, അല്ലെങ്കിൽ IL ഡിവൈഡഡ് ബൈ IR എടുക്കുക. പാരലൽ RLC സർക്യൂട്ട് ആണ്, വോൾട്ടേജ് ആണ് കോമൺ. സോ V ഡിവൈഡഡ് ബൈ ω/L ഡിവൈഡഡ് ബൈ V ഡിവൈഡഡ് ബൈ R ചെയ്യാം. ഓക്കെ, V ഡിവൈഡഡ് ബൈ ω/L ഡിവൈഡഡ് ബൈ V ഡിവൈഡഡ് ബൈ R ചെയ്യാം. സോ R ഡിവൈഡഡ് ബൈ ω/L എന്ന് കിട്ടും. ഒമേഗനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ω ഈക്വൽ ടു 1/√LC. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് R√C/L എന്ന് വരും. കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്വാളിറ്റി ഫാക്ടർ കിട്ടി. ക്വാളിറ്റി ഫാക്ടറിൽ നിന്ന് നമുക്കിനി Q=ω0/, അങ്ങനെ കുറച്ച് ഫോർമുലാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് ബാൻഡ് വിത്ത് കാൽക്കുലേറ്റ് ചെയ്യാം, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. വാട്ട് ഇസ് ദ ബാൻഡ് വിത്ത് ഓഫ് എ പാരലൽ RLC സർക്യൂട്ട്? വാട്ട് ഇസ് ദ ബാൻഡ് വിത്ത് ഓഫ് എ സീരീസ് RLC സർക്യൂട്ട്? ഓക്കെ, ഇവിടെ നിന്നും നിങ്ങൾക്ക് ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് സീറ്റയിലേക്കും ഒരു ക്വസ്റ്റ്യൻ വരാം. സീറ്റയും ക്യൂവും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് സീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കാം. ശരി, ഇതാണ് പാരലൽ റെസൊണൻസ് സർക്യൂട്ട്. അതുപോലെ തന്നെ സീരീസ് റെസൊണൻസ് സർക്യൂട്ട് വളരെ റെയർ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാൻഡം സർക്യൂട്ട്, ഒരു ഇൻഡക്ടർ സീരീസ് ആയിട്ട് വെച്ചിട്ട് ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് റെസൊണേറ്റ് ചെയ്യുമെങ്കിൽ എപ്പോൾ റെസൊണേറ്റ് ചെയ്യും, റെസൊണന്റ് ഫ്രീക്വൻസി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് തന്നെ ചെയ്യണം. സിമ്പിൾ കണ്ടീഷൻ ഇംപിഡൻസിന്റെ ഇക്വേഷൻ എഴുതുക. റെസൊണൻസ് സമയത്ത് എന്തായിരിക്കും? പ്യൂർലി റെസിസ്റ്റീവ് ആയിരിക്കും സർക്യൂട്ട്. സോ ഇംപിഡൻസിന്റെ ഇക്വേഷൻ എഴുതുക, അല്ലെങ്കിൽ അഡ്മിറ്റൻസിന്റെ ഇക്വേഷൻ എഴുതുക. ഇക്വേറ്റ് ചെയ്തതിന് ശേഷം, ഈ ഇക്വേഷൻ എഴുതിയതിന് ശേഷം ഇമാജിനറി പാർട്ട് 0 ഇടുക. ഇമാജിനറി പാർട്ട് 0 ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഒമേഗയുടെ വാല്യൂ കിട്ടും, റെസൊണന്റ് ഫ്രീക്വൻസിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അതെ, ഓക്കെ, കറക്റ്റ് ആണ്. 1/2Q തന്നെയാണ്. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നമുക്ക് എല്ലാ സർക്യൂട്ട്സിന്റെ എക്സാമിനേഷനകത്തും ഈ പ്രോബ്ലംസ്, ഈ ഫോർമുലാസ് തന്നെ തിരിച്ചു മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചോദിക്കത്തേ ഉള്ളൂ. ഓക്കെ, ശരി, ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ഫോർ ദ കപ്പിൾഡ് സർക്യൂട്ട് ഷോൺ കാൽക്കുലേറ്റ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഇൻഡക്ടൻസ്. ടോട്ടൽ വാല്യൂ ഓഫ് ഇൻഡക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഇൻഡക്ടൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? L ഇക്വലന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. L ഇക്വലന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുകൂടാതെ തന്നെ ഈ സർക്യൂട്ടിന്റെ ഒരു ചെറിയൊരു ഡീവിയേഷൻ എന്ന് പറയുന്നത്, ഇതിനൊരു കപ്പാസിറ്ററും കൂടെ എനിക്ക് സീരീസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഐ മീൻ സീരീസ് ആയിട്ട് ഇടാം. അതിനുശേഷം നിങ്ങളോട് വാട്ട് ഇസ് ദ റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് ദ സർക്യൂട്ട് എന്ന് ചോദിക്കാം.
ഒരു എല്ലും ഒരു സി മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കറിയാം 1/√LC ആണ് റെസൊണന്റ് ഫ്രീക്വൻസി. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ തന്ന് ഇപ്പോൾ എല്ലിന്റെ 3 സീരീസ് ആണെങ്കിൽ നമുക്കറിയാം. ഇങ്ങനെ മ്യൂച്വൽ കപ്ലിംഗ് ഒക്കെ വരുന്ന കേസിനകത്ത് എന്താ ചെയ്യേണ്ടത്? എൽ ഇക്വലന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എൽ ഇക്വലന്റ് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം 1/√L ഇക്വലന്റ് ഇൻറ്റു സി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസൊണന്റ് ഫ്രീക്വൻസി കിട്ടും. ആ സമയത്ത് പാനിക് ആവേണ്ട കാര്യമില്ല. ഇതിനകത്ത് എൽ ഇക്വലന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോർമൽ പ്രൊസീജിയർ ആണ്. എൽ ഇക്വലന്റ് എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് 6 ഹെൻറി എടുക്കുക. 6 ഹെൻറിയിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? സെക്കൻഡ് ഇൻഡക്ടർ നമ്മൾ നോക്കുമ്പോൾ ഈ 4 എന്ന് പറയുന്ന സെക്കൻഡ് ഇൻഡക്ടറുമായിട്ട് 4 ഹെൻറി വരുന്നുണ്ട് അല്ലേ? സോ ഇതിനകത്ത് കറണ്ട് ഈസ് എൻറ്ററിങ്, സെക്കൻഡ് ഇൻഡക്ടർ നോക്കുമ്പോൾ കറണ്ട് ഈസ് ലീവിങ്. സോ ഫ്ലക്സ് ഈസ് ഓപ്പോസിങ്. സോ എനിക്ക് അപ്പോൾ -4 എഴുതാം. ഫ്ലക്സ് ഓപ്പോസിങ് ആയതുകൊണ്ട് -4 എഴുതാം. ഇനി ഫസ്റ്റ് ഇൻഡക്ടറും തേർഡ് ഇൻഡക്ടറും തമ്മിൽ ഒരു മ്യൂച്വൽ കപ്ലിംഗ് വരുന്നുണ്ട്. ഫസ്റ്റ് ഇൻഡക്ടറിൽ കൂടെ കറണ്ട് ഈസ് എൻറ്ററിങ്, സെക്കൻഡ് ഇൻഡക്ടറിൽ കൂടെ തേർഡിൽ കൂടെയും കറണ്ട് ഈസ് എൻറ്ററിങ്. സോ എനിക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യാം. സോ ഫസ്റ്റ് ഇൻഡക്ടറിന്റെ മൊത്തം മ്യൂച്വൽ കപ്ലിംഗും കേസസും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡിനെ കൺസിഡർ ചെയ്യാം. സെക്കൻഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ 8 ഹെൻറി ഓൾറെഡി ഉണ്ട്. ഓൾറെഡി ഉള്ള 8 ഹെൻറിനെ നമുക്ക് ഇനി ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് ഇൻഡക്ടർ, ഇനി മ്യൂച്വൽ കപ്ലിംഗ് നോക്കാം. 8 ഓൾറെഡി ഉണ്ട്. മ്യൂച്വൽ കപ്ലിംഗ് നോക്കുമ്പോൾ ഫസ്റ്റ് ഇൻഡക്ടറായിട്ട് 4 ഹെൻറി വരുന്നുണ്ട്. അതെങ്ങനെയാണ്? ഓപ്പോസിംഗ് നേച്ചർ ആണ് അല്ലേ? കറണ്ട് ഈസ് എൻറ്ററിങ്, കറണ്ട് ഈസ് ലീവിങ്. സോ വി ഹാവ് എൻ ഓപ്പോസിംഗ് നേച്ചർ. സോ 8 - 4. ഇനി സെക്കൻഡും തേർഡും തമ്മിൽ നോക്കാം. സെക്കൻഡിൽ കൂടെ കറണ്ട് ലീവ് ചെയ്യുന്നു, തേർഡിൽ കൂടെ കറണ്ട് എൻറ്റർ ചെയ്യുന്നു. സോ ഫ്ലക്സ് അഗൈൻ ഓപ്പോസിംഗ് ആണ്. സോ നമുക്ക് -5 പ്ലേസ് ചെയ്യാം. സോ സെക്കൻഡ് ഇൻഡക്ടറിന്റെ മൊത്തം പ്രോസസ്സ് കഴിഞ്ഞു. തേർഡ് ഇൻഡക്ടർ നോക്കാം. തേർഡ് ഇൻഡക്ടർ നോക്കുമ്പോൾ നമുക്ക് 10 ഓൾറെഡി ഉണ്ട്. തേർഡും ഫസ്റ്റും തമ്മിലുള്ള കപ്ലിംഗ് നോക്കുക. കറണ്ട് ഈസ് എൻറ്ററിങ്, ഇവിടെയും കറണ്ട് ഈസ് എൻറ്ററിങ്. സോ അവിടെ എനിക്ക് +2 ഇടണം, കാരണം മ്യൂച്വൽ ഫ്ലക്സ് എയ്ഡിങ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് ഇൻഡക്ടർ. വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് ഇൻഡക്ടർ നോക്കിയാലോ? തേർഡ് ആണെങ്കിൽ സെക്കൻഡ് ഇൻഡക്ടറിൽ കറണ്ട് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഡോട്ട്, തേർഡ് ഇൻഡക്ടറിൽ കറണ്ട് ഈസ് കമ്മിങ് ഇൻ ത്രൂ ദ ഡോട്ട്. സോ അഗൈൻ മ്യൂച്വൽ ഫ്ലക്സ് ഓപ്പോസിംഗ് ആണ്. സോ അവിടെ എന്ത് ചെയ്യുക? -5 കൊടുക്കുക. ആൻസർ ഇത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് വരിക എന്നാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓപ്ഷൻ എ തന്നെയല്ലേ വരുന്നത്? അതെ, ആൻസർ ഈസ് ഓപ്ഷൻ എ, 10 ഹെൻറി. ഇങ്ങനെയാണ് ശരിക്കും എൽ ഇക്വലന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് കൺവെൻഷണൽ മെത്തേഡ് അല്ല, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിനെ എടുത്ത് കയ്യിൽ വെക്കുക. നോർമലി നമുക്ക് ചുമ്മാ ആഡ് ചെയ്താൽ മതി. 6 + 8 + 10. ഇവിടെ 6 എന്ന് പറയുന്നത് വെറും 6 അല്ല. 6 എന്ന് പറയുന്ന ഇക്വലന്റ് ഇൻഡക്ടൻസ് കുറയാനോ കൂടാനോ ചാൻസ് ഉണ്ട്. കാരണം ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് പെർ കറണ്ട് ആണ് ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. ആ ഫ്ലക്സ് ലിങ്കേജ് കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട് മ്യൂച്വൽ കപ്ലിംഗ് ഉള്ളതുകൊണ്ട്. സോ അങ്ങനെ ആ സമയത്ത് ഈ ഫ്ലക്സ് ലിങ്കേജ് അഡിറ്റീവ് ആണോ സബ്ട്രാക്റ്റീവ് ആണോ എന്ന് നോക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്ലക്സ് ലിങ്കേജ് ആയിരിക്കത്തില്ല ശരിക്കും ഉള്ള ഫ്ലക്സ് ലിങ്കേജ്. അപ്പം തൊട്ടടുത്ത് ഇൻഡക്ടറായിട്ടുള്ള കപ്ലിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം അത് അഡിറ്റീവ് ഫ്ലക്സ് ആണോ സബ്ട്രാക്റ്റീവ് ഫ്ലക്സ് ആണോ എന്ന് നോക്കാം. സബ്ട്രാക്റ്റീവ് ഫ്ലക്സ് ആണെങ്കിൽ ഇൻഡക്ടൻസ് മ്യൂച്വൽ ഇൻഡക്ടൻസ് മൈനസ് ചെയ്യുക. അഡിറ്റീവ് ഫ്ലക്സ് ആണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് ആഡ് ചെയ്യുക. ഓരോ ഇൻഡക്ടർ എടുത്ത് ആ ഇൻഡക്ടറിന്റെ മൊത്തം മ്യൂച്വൽ കപ്ലിംഗ് അനലൈസ് ചെയ്ത് ആ ഇൻഡക്ടറിന്റെ നെറ്റ് വാല്യൂ എടുത്ത് മാറ്റി വെക്കുക. സെക്കൻഡ് ഇൻഡക്ടർ എടുക്കുന്നു, ആ ഇൻഡക്ടറിന്റെ സ്വന്തം വാല്യൂ നെറ്റ് ഫ്ലക്സ് ലിങ്കേജ് എല്ലാം നോക്കിയിട്ട് മ്യൂച്വൽ ഇൻഡക്ടൻസ് മൈനസ് ആഡ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അങ്ങനെ 3 മാറ്റി വെച്ചതിന് ശേഷം 3 ആഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇക്വലന്റ് ഇൻഡക്ടൻസ് കിട്ടും. ഇനി ഇതിനകത്തൊരു സിയും കൂടെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. 10 ഹെൻറി ആണ്, സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ഒരു സീരീസ് ആയിട്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഇതിനെ ഒരു വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്നു. വാട്ട് ഇസ് ഒമേഗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/√L ഇക്വലന്റ് ഇൻറ്റു സി. അതൊരു ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവണം. അതെ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണല്ലോ? ശരി. Consider the following statements. The characteristic impedance of a transmission line can increase with the increase in. Characteristic impedance കൂടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇൻക്രീസ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് എന്ന് പറയുന്നത് √Z / Y. ഇത് ആക്ച്വലി നമ്മുടെ സിലബസിനകത്ത് അങ്ങനെ എടുത്തൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷേ ചെറിയ മൈനർ വേരിയേഷൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് √Z / Y ആണ്. Z എന്ന് പറയുന്നത് R + jωL ആണ്. Y എന്ന് പറയുന്നത് G + jωC ആണ്. G is the conductance, C is the capacitance, ωC എന്ന് പറയുന്ന സസെപ്റ്റൻസ്, R എന്ന് പറയുന്ന റെസിസ്റ്റൻസ്,
എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ്, ഒമേഗ എൽ എന്ന് പറയുന്നത് റിയാക്റ്റൻസ്. ഓക്കെ, സോ ടേംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫെമിലറൈസ് ചെയ്യാം. ഇതിനകത്ത് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് റൈസ് ചെയ്യണമെന്നാണ് അല്ലേ ക്വസ്റ്റ്യൻ. വിത്ത് ഇൻക്രീസ് എന്തായിരിക്കും? റെസിസ്റ്റൻസും കൂടുക, ഇൻഡക്റ്റൻസും കൂടുക. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അല്ലേ. കറക്റ്റ് ആണ്. ആൻസർ എന്തായിരിക്കും? ആൻസർ ഷുഡ് ബി ഓപ്ഷൻ സി. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റിനകത്ത് സർജ് ഇംപിഡൻസ് ലോഡിംഗ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സർജ് ഇംപിഡൻസ് മെൻഷൻ ചെയ്തില്ല, നമുക്ക് വോൾട്ടേജ് ലെവൽ മാത്രമേ മെൻഷൻ ചെയ്യത്തുള്ളൂ. ഒരു സ്റ്റാൻഡേർഡ് 3 ഫേസ് ട്രാൻസ്മിഷൻ ലൈനിന്റെ സർജ് ഇംപിഡൻസ് എന്ന് പറയുന്ന 400 ഓം എടുക്കണം. അതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, മെൻഷൻ ചെയ്യത്തില്ല. എഞ്ചിനീയറിംഗ് സർവീസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അവർ വോൾട്ടേജ് ലെവൽ മാത്രം മെൻഷൻ ചെയ്യും. വാട്ട് ഈസ് എ ലോഡിംഗ്, മാക്സിമം ലോഡിംഗ് പോസിബിൾ എന്ന് ചോദിക്കും. സോ ആ സമയത്ത് ട്രാൻസ്മിഷൻ ലൈനിന്റെ സ്റ്റാൻഡേർഡ് സർജ് ഇംപിഡൻസ് ആയ 400 ഓം എടുക്കുക. കേബിൾ ആണെങ്കിൽ 30 to 50 ഓംസ് ആണ്. സോ അതൊന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെയും ക്വസ്റ്റ്യൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരി, നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ഇതിനകത്ത് ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. വെൻ ബണ്ടിൽ ഓഫ് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് എ സിംഗിൾ കണ്ടക്ടർ. ഒരു ബണ്ടിൽ ഓഫ് കണ്ടക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നു ഇൻ ദ പ്ലേസ് ഓഫ് എ സിംഗിൾ കണ്ടക്ടർ. The effective inductance and capacitance will be. What is the value of effective inductance and capacitance എന്നാണ് ക്വസ്റ്റ്യൻ. When bundle of conductors are used in place of single conductor. ബണ്ടിലിംഗ് കൂടുമ്പം ഇഫക്റ്റീവ് റേഡിയസ് ഇൻക്രീസ് ചെയ്യും. നമുക്ക് ഇത്രയും കിട്ടിയാൽ മതി. ഇഫക്റ്റീവ് റേഡിയസിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ഇഫക്റ്റീവ് റേഡിയസ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഇൻഡക്റ്റൻസ് എന്ത് സംഭവിക്കുന്നു? ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 0.2 Ln d/r ഡാഷ് ആണ്. ഇഫക്റ്റീവ് റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ ഇൻഡക്റ്റൻസ് വാല്യൂ വിൽ റെഡ്യൂസ്. ഇൻഡക്റ്റൻസ് വാല്യൂ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി കപ്പാസിറ്റൻസ് വാല്യൂ വിൽ ഇൻക്രീസ് അല്ലേ. കപ്പാസിറ്റൻസ് വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം അവിടെ എന്താണ്? 2πε0 ഡിവൈഡഡ് ബൈ നാച്ചുറൽ ലോഗരിതം ഓഫ് d ഡിവൈഡഡ് ബൈ സ്മോൾ r. കറക്റ്റ് ആണ് അല്ലേ. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇതിൻ്റെ ഒരു വേരിയേഷൻ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. AP ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 2 കണ്ടക്ടർ തന്നിട്ടുണ്ട്. ഓഫ് ഡിഫറെന്റ് റേഡിയസ് ആയിരുന്നു. ഓഫ് ഡിഫറെന്റ് റേഡിയസ്. സോ ആ സമയത്ത് ഇവിടെ r ഡാഷിന് വരെ റൂട്ട് ഓഫ് r1 r2 ആയി. റൂട്ട് ഓഫ് r1 ഡാഷ് ഇൻറ്റു r2 ഡാഷ്. അതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ലൂപ്പ് ഇൻഡക്റ്റൻസ് ആണ് ക്വസ്റ്റ്യൻ എന്നാണ് ഒരു ഓർമ്മ. സോ അതിനകത്ത് ഇൻഡക്റ്റൻസ് ഫിസിക്കൽ നമുക്ക് സാധാരണ അറിയാം. ലൂപ്പ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.4 Ln d/r ഡാഷ് ആണ്. ഓക്കെ, മില്ലി ഹെൻറി പെർ കിലോമീറ്റർ. ഇതിന്റെ യൂണിറ്റ് മില്ലി ഹെൻറി പെർ കിലോമീറ്റർ ആണ്. സോ ഈ കേസിനകത്ത് 0.4 Ln d/r ഡാഷിന് വരെ r1 ഡാഷ് ഇൻറ്റു r2 ഡാഷ്. ഇതാണ് നമ്മളുടെ ആൻസർ. r1 ഡാഷ് എന്ന് പറഞ്ഞാൽ 0.7788 ഇൻറ്റു r1 ആണ്. r2 ഡാഷ് എന്ന് പറഞ്ഞാൽ 0.7788 ഇൻറ്റു r2 ആണ്. ഓക്കെ, സോ അതിന്റെ രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് എടുത്തൊരു റൂട്ടിന്റെ ചെറിയൊരു വ്യത്യാസം വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സോ ഈ ഒരു ഫോർമാറ്റിൽ വരും ഡിനോമിനേറ്ററിൽ. അത് മാത്രം ഓർത്തിരിക്കുക. r1 ഡാഷ് ഇൻറ്റു r2 ഡാഷിന്റെ സ്ക്വയർ റൂട്ട്. നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലോഡ് ഈസ് സപ്ലൈഡ് ബൈ എ 230 വോൾട്ട് 50 ഹെർട്സ് സോഴ്സ്. ഒരു ലോഡ് ഉണ്ട്. ആ ലോഡിനെ ലോഡ് ഈസ് സപ്ലൈഡ് ബൈ എ 230 വോൾട്ട് 50 ഹെർട്സ് സോഴ്സ്. ഓക്കെ, ആയിക്കോട്ടെ. ദ ആക്റ്റീവ് പവർ P ആൻഡ് റിയാക്റ്റീവ് പവർ Q കൺസ്യൂംഡ് ബൈ ദ ലോഡ് ആർ സച്ച് ദാറ്റ്. ഓക്കെ, ആക്റ്റീവ് പവർ കൺസംഷൻ ദാണ്ട് വേരി ചെയ്യുന്നുണ്ട് 1 തൊട്ട് 2 വരെ. റിയാക്റ്റീവ് പവർ കൺസംഷന് വേരി ചെയ്യുന്നുണ്ട് 1 മുതൽ 2 വരെ. എ കപ്പാസിറ്റർ കണക്റ്റഡ് അക്രോസ് ദ ലോഡ് ഫോർ പവർ ഫാക്ടർ കണക്ഷൻ ജനറേറ്റ്സ് 1 kVAr റിയാക്റ്റീവ് പവർ. ഒരു കപ്പാസിറ്റർ ഞാൻ പവർ ഫാക്ടർ കറക്ഷന് വേണ്ടിയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ജനറേറ്റ്സ് 1 kVAr റിയാക്റ്റീവ് പവർ. അങ്ങനെയാണെങ്കിൽ ദ വേർസ്റ്റ് കേസ് പവർ ഫാക്ടർ ആഫ്റ്റർ പവർ ഫാക്ടർ കറക്ഷൻ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. വേർസ്റ്റ് കേസ് പവർ ഫാക്ടർ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ ചെയ്യാൻ കാര്യമായിട്ടൊന്നുമില്ല. നോക്കാം, ഒരു ലോഡിന്റെ പ്രത്യേകത, ലോഡ് P വേരി ചെയ്യുന്നുണ്ട്, Qവും വേരി ചെയ്യുന്നുണ്ട്. വേർസ്റ്റ് കേസ് പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? P ഏറ്റവും കുറവും Q ഏറ്റവും മാക്സിമം ആയിരിക്കും. P എന്താ എടുക്കണം? നമ്മൾ P മിനിമം എടുക്കണം, Q മാക്സിമം എടുക്കണം. ഇതാണ് വേർസ്റ്റ് കേസ് പവർ ഫാക്ടറിന്റെ അവസ്ഥ അല്ലേ. പവർ ഫാക്ടർ പുവർ ആണ്. സോ Q ഷുഡ് ബി മാക്സിമം. P മാക്സിമം എന്താണ്? സോറി, അതെ, P മിനിമം എന്താണ്? Pന്റെ മിനിമം വാല്യൂ ഇസ് 1 when the load is consuming 1 kilowatt and the load is consuming 2 kVAr. ഇതാണ് വേർസ്റ്റ് കേസ് പവർ ഫാക്ടറിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. 1 കിലോ വാട്ട് Pയും
2 kVAr Q ആണ് നമ്മുടെ ലോഡ് കൺസ്യൂം ചെയ്യുന്നത്. സോ P എന്താണ് 1 കിലോവാട്ട്, Q എന്താണ് ഇറ്റ് ഈസ് 2 kVAr. ഈ ഒരു സമയത്ത് ഒരു കപ്പാസിറ്റർ ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. ആ കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്? കപ്പാസിറ്റർ ഈസ് ജനറേറ്റിംഗ് 1 kVAr റിയാക്റ്റീവ് പവർ. കപ്പാസിറ്റർ എന്താണ് ചെയ്യുന്നത്? ലോഡിന് ആവശ്യമുള്ള റിയാക്റ്റീവ് പവർ പുറത്തുനിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പാസിറ്റർ വെച്ചേക്കുന്നത്. സോ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ കപ്പാസിറ്റർ ഈ ലോഡിന് ആവശ്യമുള്ള 2 kVAറിൽ 1 kVAr കപ്പാസിറ്റർ കൊടുക്കുന്നു. കപ്പാസിറ്റർ അതങ്ങ് പ്രൊവൈഡ് ചെയ്യുന്നു. സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു സോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ഒരു ലോഡുണ്ട്. ഈ ലോഡിന് റിക്വയർമെന്റ് 1 kW 2 kVAr ആണ്. അതിൽ 1 kVAr നമ്മുടെ കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. സോ ടോട്ടലി സപ്ലൈയിൽ നിന്ന് വലിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് 1 കിലോവാട്ട് ആൻഡ് 1 kVAr. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? വാട്ട് ഈസ് ദ വേർസ്റ്റ് കേസ് പവർ ഫാക്ടർ? ഇതാണ് നമ്മുടെ വേർസ്റ്റ് കേസ് പവർ ഫാക്ടർ ആഫ്റ്റർ പവർ ഫാക്ടർ കറക്ഷൻ. എന്താണ്? 1 കിലോവാട്ടും 1 kVAr ആണ് പവർ സപ്ലൈയിൽ നിന്ന് പോകുന്നത്. സോ എന്തായിരിക്കും പവർ ഫാക്ടർ? പവർ ഫാക്ടർ ഇസ് ഡെഫിനറ്റ്ലി 0.707. ഇത് P1 ആണ്, P is equal to 1 and Q is equal to 1. അപ്പോൾ എന്തായിരിക്കും പവർ ഫാക്ടർ? ആൻസർ ഷുഡ് ബി 0.707. ഓക്കെ, ഇതാണ് നമ്മുടെ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആക്ച്വലി നമുക്ക് സിലബസിൽ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് ചോദിക്കാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി 0.707 lagging. Next, the inductance and capacitance of a power system network up to a circuit breaker location. Inductance തന്നിട്ടുണ്ട്, capacitance തന്നിട്ടുണ്ട്. L is given and C is given. The value of shunt resistor across the circuit breaker required for critical damping of race tracking voltage. എന്തായിരിക്കും വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റർ? സ്റ്റാൻഡേർഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫോർമുലയാണ്. ഓക്കെ, ഇതിന്റെ ഡെറിവേഷനോ അതിന്റെ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്തായിരിക്കും? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റർ റിക്വയർഡ് ഫോർ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്? നമുക്കറിയാം, ആ ഒരു സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ ഇടയ്ക്ക് എന്തായിരിക്കും? ഇടയ്ക്ക് വോൾട്ടേജ് റീസ്ട്രൈക്ക് ചെയ്യും. ഇടയ്ക്ക് നമുക്ക് വോൾട്ടേജ് റീസ്ട്രൈക്കിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന്റെ പീക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എത്രത്തോളം പീക്ക് കുറഞ്ഞിരിക്കാൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് അത്രയും നല്ലതാണ്. സോ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിന് വേണ്ടി റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി 0.5 ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഡിവൈഡഡ് ബൈ സി. 0.5 ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഡിവൈഡഡ് ബൈ സി, അതെ 1/2 റൂട്ട് ഓഫ് എൽ ഡിവൈഡഡ് ബൈ സി കറക്റ്റ് ആണ്. 0.5 റൂട്ട് ഓഫ് എൽ ബൈ സി കാൽക്കുലേറ്റ് ചെയ്യുക, ഗെറ്റ് ദ ആൻസർ 5K. ഓക്കെ, ഇവിടെ എൽ നോക്കാം, 1 C 0.01 മൈക്രോ. അപ്പോൾ തന്നെ മനസ്സിലാവും എൽ ബൈ സി എന്ന് പറയുന്നത് 100 ഇൻറ്റു 10⁻⁶. ഓക്കെ, അപ്പോൾ കറക്റ്റായി 10 ഇൻറ്റു 10⁻3 0.5, അപ്പോൾ 5 ഇൻറ്റു 10⁻3. ആൻസർ ഈസ് ഓപ്ഷൻ എ 5 കിലോ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. ആൻസർ ഈസ് ഗോയിങ് ടു ബി 5 കിലോ. Consider 3-phase 50 Hz 11 kilovolt distribution system. Each of the conductor is suspended by a insulator string having 2 identical porcelain insulator. Okay, നമുക്ക് ഫിഗറിന് എല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ദിസ് സെൽഫ് കപ്പാസിറ്റൻസ് ഓഫ് ദ ഇൻസുലേറ്റർ ഇസ് 5 times ഷണ്ട് കപ്പാസിറ്റൻസ്. എല്ലാം ഫിഗറിൽ തന്നിട്ടുണ്ട്. ഗെറ്റ് ദ ആൻസർ. ക്വസ്റ്റ്യൻ എന്താണ്? ദ വോൾട്ടേജ് അക്രോസ് ദ 2 ഇൻസുലേറ്റർ. E1 E2 വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ വോൾട്ടേജ് അക്രോസ് ദ 2 ഇൻസുലേറ്റർ? ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വാട്ട് ഇസ് ദ വോൾട്ടേജ് അക്രോസ് ദ 2 ഇൻസുലേറ്റർ? നോക്കുക, പല മെത്തേഡ് ഉണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഒരു മെത്തേഡ് നോക്കാം. ഇവിടെ ഒരു വോൾട്ടേജ് വി ഉണ്ടാവും അല്ലേ? എന്തോ ഒരു വോൾട്ടേജ് വി ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ കപ്പാസിറ്റർ സി, ഇവിടെ കപ്പാസിറ്റർ 5C. ഇവിടെ കപ്പാസിറ്റർ സി ആണ്, ഇവിടെ കപ്പാസിറ്റർ 5C ആണ്. കപ്പാസിറ്റർ റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കപ്പാസിറ്റർ ആണ്. 1/ωc പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, സോ ഇവിടെ 5C, ഇവിടെ C. സോ ടോട്ടൽ കറണ്ട് എങ്ങനെയായിരിക്കും ഡ്രോ ചെയ്യുന്നത്? ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ഡിവൈഡ് ബൈ ωc. V ഇൻറ്റു ωc. മുകളിലേക്ക് ഈ കപ്പാസിറ്റി കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് V ഇൻറ്റു 5ωc ആയിരിക്കും. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ഡിവൈഡഡ് ബൈ XC ആണ്. XC എന്ന് പറഞ്ഞാൽ ω/C ആണ്. സോ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ മുകളിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡെഫിനറ്റ്ലി 5I ആയിരിക്കും. അതിന് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും നമുക്ക് വേണ്ട. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ഒരു രീതി ശ്രദ്ധിക്കുക. ലെഫ്റ്റിലേക്ക് I ആണെങ്കിൽ മുകളിലേക്ക് ഡെഫിനറ്റ്ലി 5I തന്നെ ആയിരിക്കും. ഡെഫിനറ്റ്ലി കറണ്ട് എന്തായിരിക്കും? 5I തന്നെ ആയിരിക്കും.
അങ്ങനെയാണെങ്കിൽ താഴെ നിന്ന് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 6i അല്ലേ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 6i. സോ മേളിൽ 5i താഴെ 6i ആണ്. ഇനിയിപ്പോൾ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? മേളിൽ 5i 5c, താഴെ 6i, ഇവിടെ 5c. സോ കാരണം വോൾട്ടേജ് എന്ത് തന്നെയായിരിക്കും? വോൾട്ടേജ് വിൽ ബി ഇൻ ദ റേഷ്യോ 5:6. താഴെ 6 ആണെങ്കിൽ മേളിൽ 5 ആയിരിക്കും വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ E2 is to E1. E2 is to E1 എന്ന് പറയുന്നത് എന്തായിരിക്കും? E2 5iക്ക് പ്രൊപ്പോർഷണലും E1 6iക്ക് പ്രൊപ്പോർഷണലും. സോ E2 is to E1 is going to be in the ratio 5:6. In the ratio 5:6. അങ്ങനെയാണെങ്കിൽ E2 എന്തായിരിക്കും? ഇവിടെ സിമ്പിൾ ആയിട്ട് റേഷ്യോ എടുക്കുക. E2 divided by E2 plus E1 is equal to 5 divided by 6 plus 5 എന്ന് പറയുന്ന 11. 6 plus 5 ആണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. E2 divided by total voltage is equal to 5 divided by 11. So E2 പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. E2 എന്താണ്? 5 divided by 11 into ടോട്ടൽ വോൾട്ടേജ് എന്താണ്? 11 കിലോ വോൾട്ട് ആണെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. 11 കിലോ വോൾട്ട് ആണ് ടോട്ടൽ ലൈൻ വോൾട്ടേജ്. നമ്മൾ ഇവിടെ എടുക്കേണ്ട ഫേസ് വോൾട്ടേജ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം കണ്ടക്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ ആണ് ഈ ഒരു കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കണ്ടക്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, നമുക്ക് 3 ഫേസ് ഉണ്ടെങ്കിലും ഓരോ ഫേസ് ആണ് നമ്മൾ ടവറിന്റെ ഓരോ ആമിലേക്ക് പോകുന്നത്. സോ ഫേസ് വോൾട്ടേജ് തന്നെ കൺസിഡർ ചെയ്യുക. കണ്ടക്ടർ പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജ് 11 കിലോ വോൾട്ട് ബൈ √3 കൺസിഡർ ചെയ്യുക. സോ നോക്കുക, ഇവിടെ കാൽക്കുലേഷനൊക്കെ ഇവിടെ സിമ്പിൾ ആയിട്ട് വരും. 11 ഡിവൈഡ് ബൈ √3 എന്ന് വരും. ഇവിടെ ഡിനോമിനേറ്റർ 11 ഉണ്ട്. ഇത് കിലോ വോൾട്ട് ആണ്. സോ ആൻസർ ഈസ് 5 ഡിവൈഡഡ് ബൈ √3 കിലോ വോൾട്ട്. അങ്ങനെയാണെങ്കിൽ E1 എന്തായിരിക്കും? E1 വിൽ ബി 6 ഡിവൈഡഡ് ബൈ √3 കിലോ വോൾട്ട്. E1 E2 കാൽക്കുലേറ്റ് ചെയ്യുക. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ഈ കേസിനകത്ത് നിങ്ങൾ 11 ഡിവൈഡഡ് ബൈ √3 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു വല്ലാത്തൊരു വാല്യൂ വരും. ആ വലിയ വാല്യൂ ഇട്ട് സോൾവ് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതാണ് സാധാരണ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇങ്ങനത്തെ ക്വസ്റ്റിനെ ഈ ഒരു രീതിക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാമെന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, കുറച്ച് പേർക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് അറിയത്തില്ല. കാരണം ചില ക്വസ്റ്റിനൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ, ബുക്സിലെ പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം കൺസ്യൂം ചെയ്യും എന്ന് മാത്രമില്ല, കിട്ടാണ്ടിരിക്കാം. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷനകത്ത് പ്രോബ്ലം അത് തന്നെയായിരുന്നു. മിക്ക ക്വസ്റ്റിനും ടഫാണെന്ന് ധരിപ്പിക്കുന്ന, എന്നാൽ കുറച്ച് സ്റ്റെപ്പ് കൊണ്ട് തന്നെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ജസ്റ്റ് റേഷ്യോ എടുത്ത് കഴിഞ്ഞാൽ 11 ഡിനോമിനേറ്റർ വരുന്നു. സോ ഈ ഒരു മെത്തേഡാണ് അവർ ആക്ച്വലി ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നവർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് എല്ലാം സോൾവ് ആയി പെട്ടെന്ന് പോകും. 5 ഡിവൈഡ് ബൈ √3, 6 ഡിവൈഡ് ബൈ √3. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എ ആണോ ബി ആണോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എത്തുന്നുണ്ടാവും. ശരി, ആയിക്കോട്ടെ. ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. എ ഫോൾട്ട് ഈസ് മോർ സീവിയർ ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഇഫ് ഇറ്റ് ഈസ് ഒരു ഫോൾട്ട് മോർ സീവിയർ ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഏത് ലൈനായിരിക്കും? പറഞ്ഞോളൂ. കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ആൻസർ ഷുഡ് ബി ഓപ്ഷൻ എ. റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിന്റെ ഫോർമുല അറിയാം. Vm into 1 - cos t by √LC. റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, Vm divided by √LC into sin t by √LC എന്ന് വരും. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിന്റെ ലെങ്തും കുറവായിരിക്കും, അതിന്റെ ഇൻഡക്ടൻസിന്റെ വാല്യൂം കുറവായിരിക്കും, കപ്പാസിറ്റൻസിന്റെ വാല്യൂം കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൺ ദ ഹയർ സൈഡ് ഇഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ ഇസ് എ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, സോ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ എ, ഷോർട്ട് ലൈൻ ഫോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ദ ഡിസ്റ്റർബൻസ് ഓൺ എ സിൻക്രണസ് മെഷീൻ the rotor swing from A to B before finally settling down to a steady state at point C. Okay, during the disturbance on a synchronous machine, the rotor swings from A to B before finally settling down to a steady state at point C. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് റോട്ടർ സ്വിങ് ചെയ്ത് പോകുന്നു. സെറ്റിൽ ചെയ്യേണ്ട പോയിന്റ് സി ആണ്. ഇതാണ് എ പോയിന്റ്, ഇതാണ് ബി പോയിന്റ്. എനിക്ക് സെറ്റിൽ ചെയ്യേണ്ട പോയിന്റ് ആക്ച്വലി ഇവിടെയായിരുന്നു സി. അങ്ങനെ സ്വിങ് ചെയ്ത് പോകുന്നു.
എയിൽ നിന്ന് ബിയിലേക്ക്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു സഡൻ ഇൻപുട്ട് മെക്കാനിക്കൽ ഇൻപുട്ട് റൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. മെക്കാനിക്കൽ ഇൻപുട്ട് റൈസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ജനറേറ്റർ എന്ത് ചെയ്യുന്നു, ആക്സലറേറ്റിംഗ് പവർ ഡെവലപ്പ് ചെയ്യുന്നു, ജനറേറ്റർ ആക്സലറേറ്റ് ചെയ്യുന്നു. ആ സഡൻ ഇൻപുട്ട് സഡൻ റൈസ് മെക്കാനിക്കൽ എനർജി എന്താണ് ഇൻസ്റ്റന്റേനിയസ്ലി അവർ കൈനറ്റിക് എനർജി ആയിട്ട് അബ്സോർബ് ചെയ്യുന്നു. മെഷീൻ എന്ത് ചെയ്യുന്നു, ആക്സലറേറ്റ് ചെയ്യുന്നു. ആക്സലറേറ്റ് ചെയ്യുന്നു മീൻസ് ഡെൽറ്റ റൈസ് ചെയ്യുന്നു. നമ്മുടെ ഫൈനൽ ഫിക്സഡ് പോയിന്റിൽ എത്തുന്ന പോയിന്റിൽ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല, കാരണം ആക്സലറേറ്റിംഗ് ടോർക്ക് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ സി ക്രോസ് ചെയ്ത് നേരെ ബിയിലേക്ക് പോകും. ബിയിൽ ചെന്ന് നിൽക്കുമ്പോൾ വീണ്ടും സിംഗിൾ സ്പീഡിലായിരിക്കും, പക്ഷേ ഡീസലറേറ്റിംഗ് ടോർക്ക് പ്രസന്റ് ആയിരിക്കും. ആ ഡീസലറേറ്റിംഗ് ടോർക്ക് കാരണം വീണ്ടും തിരിച്ചു വരും. സിയിൽ നിൽക്കാൻ പറ്റത്തില്ല, വീണ്ടും എയിൻ്റെ അടുത്തേക്ക് വരും. ഇവിടെ എവിടെയെങ്കിലും നിൽക്കും, വീണ്ടും ആക്സലറേറ്റിംഗ് ടോർക്കിന്റെ പ്രസൻസ് കാരണം വീണ്ടും മുകളിലേക്ക് പോകും. സോ അതൊരു സ്വിംഗ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ ക്വസ്റ്റിനകത്ത് ദ സ്പീഡ് ഓഫ് ദ മെഷീൻ ഡ്യൂറിങ് ഓസിലേഷൻ ഈസ് സിൻക്രണസ് അറ്റ് ഏതൊക്കെ പോയിന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ദ സ്പീഡ് ഓഫ് ദ മെഷീൻ ഡ്യൂറിങ് ദ ഓസിലേഷൻ ഈസ് സിൻക്രണസ് അറ്റ് റോട്ടോർ സിങ്സ് ഫ്രം എ ടു ബി ബിഫോർ ഫൈനലി സെറ്റിലിംഗ് ഡൗൺ. ഓക്കെ, ഇപ്പൊ എന്തായിരിക്കും എൻ്റെ ആൻസർ? നിങ്ങൾ ഇതിന്റെ ആൻസർ ആണെന്ന് തോന്നുന്നു ചെയ്തേക്കുന്നത് അല്ലേ? ആൻസർ എന്ത് തന്നെയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ. എയിലും ബിയിലും ആയിരിക്കും സിൻക്രണസ് സ്പീഡ്. എയിൽ ആക്സിലറേറ്റിംഗ് ടോർക്ക് ഉണ്ടാവും, ബിയിൽ ഡീസലറേറ്റിംഗ് ടോർക്ക് ഉണ്ടാവും. സിയിൽ അതിന് നിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ, സി ആണ് ശരിക്കും ഐഡിയൽ പോയിന്റ്, പക്ഷെ സിയിൽ അതിന് നിൽക്കാൻ പറ്റത്തില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഈ ഒരു പോർഷനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി എന്താണ്, ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി എന്താണ്, ഡൈനാമിക് സ്റ്റെബിലിറ്റി എന്താണ്. ഡൈനാമിക് സ്റ്റെബിലിറ്റിനെ പറ്റി കൂടുതലൊന്നും നമുക്ക് പ്രോബ്ലം ചോദിക്കത്തൊന്നുമില്ല, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അനാലിസിസ് ആണ്. ഡൈനാമിക് സ്റ്റെബിലിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കാം. അത് ഫസ്റ്റ് സ്വിംഗ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള റോട്ടോർ ഓസിലേഷൻസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഡൈനാമിക് സ്റ്റെബിലിറ്റി. ഫസ്റ്റ് സ്വിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കാരണം ഫസ്റ്റ് സ്വിങ്ങിന് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അൺസ്റ്റേബിൾ ആയി. ഫസ്റ്റ് സ്വിംഗിൽ നമ്മൾ സേവ് ആയി കഴിഞ്ഞാൽ സിസ്റ്റം സ്റ്റേബിൾ ആണ്. ഓക്കെ, അതായത് നമ്മുടെ മെഷീൻ എന്ന് പറയുന്നത് സിൻക്രണസിന്റെ വെളിയിൽ പോകത്തില്ല. സോ ഫസ്റ്റ് സ്വിങ്ങിനെ അനലൈസ് ചെയ്യുന്നതാണ് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി അനാലിസിസ്. സ്റ്റഡി സ്റ്റേറ്റ് സമയത്ത് നമ്മൾ മൈനർ ആയിട്ടുള്ള ഇൻപുട്ട് ലോഡ് ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഉള്ള അനാലിസിസ് ആണ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്. ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ്, സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ്, ഈ വക കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇതിനെ ബേസ് ചെയ്ത് തന്നെ സ്വിംഗ് ഇക്വേഷൻ, ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ, ഈക്വൽ ഏരിയ ക്രൈറ്റീരിയന്റെ ആപ്ലിക്കേഷൻ, ഈക്വൽ ഏരിയ ക്രൈറ്റീരിയൻ ആപ്ലിക്കബിൾ ഓൺലി ഫോർ സിംഗിൾ മെഷീൻ ഇൻഫിനിറ്റ് ബസ് സിസ്റ്റം, മൾട്ടി മെഷീൻ സിസ്റ്റത്തിന് അത് സ്വിംഗ് ഇക്വേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. ജി ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ അറിയുക. ജി ഇൻറ്റു എച്ച് ബൈ പൈ ഇൻറ്റു എഫ് ആണ് എം എന്ന് പറയുന്നത്. ജി എന്താണ്? ജനറേറ്റർ റേറ്റിംഗ് ഇൻ എം വി എ. എച്ച് എന്ന് പറയുന്നത് ഇനർഷ്യ കോൺസ്റ്റന്റ് ഇൻ മെഗാ ജൂൾസ് പെർ എം വി എ. ജി ഇൻറ്റു എച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈനറ്റിക് എനർജി കിട്ടും. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ചെയ്താലും കൈനറ്റിക് എനർജി കിട്ടും, വേർ ഐ ഇസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതോടൊപ്പം തന്നെ രണ്ട് മെഷീൻ ഒരുമിച്ച് സ്വിംഗ് ചെയ്യുകയാണെങ്കിൽ ദേ ആർ സെറ്റ് ടു ബി ഇൻ കോഹറന്റ് മോഷൻ. അങ്ങനെയാണ് എച്ച് ഈക്വൽ ടു എച്ച് വൺ പ്ലസ് എച്ച് ടു. രണ്ടും നോൺ കോഹറന്റ് മോഷൻ ആണ്, എച്ച് ഈക്വൽ ടു എച്ച് വൺ എച്ച് ടു ബൈ എച്ച് വൺ പ്ലസ് എച്ച് ടു. ഇങ്ങനെയുള്ള ബേസിക് ഇക്വേഷൻ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. എല്ലാ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിനേഷനകത്ത് ചോദിക്കുന്നത്. ഇക്വേഷൻ ഒക്കെ അറിഞ്ഞിരിക്കുക, എവിടെയാണ് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതാണ് സ്റ്റെബിലിറ്റിനെ പറ്റിയ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര ടൈറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട, കാരണം സ്റ്റെബിലിറ്റി ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇനി ഒരു എക്സാമിനേഷനകത്ത് സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈറ്റ് ആവും. ശരി, നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. An alternator having an induced EMF of 1.6 per unit is connected to an infinite bus of 1 per unit. ഒരു alternator ഉണ്ട്, അതിന്റെ induced EMF എന്ന് പറയുന്നത് 1.6 per unit ആണ്. It is connected to an infinite bus of 1 per unit. ഒരു alternatorന്റെ അവസ്ഥയാണ്. If the bus bar is having a reactance of 0.6 per unit and alternator is having a reactance of 0.2 per unit. Okay, അതായത് ഒരു alternator ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അല്ലെ. വാട്ട് ഇസ് ദ മാക്സിമം പവർ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ്? എത്ര പവർ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് മാക്സിമം പവർ. സോ മാക്സിമം പവറിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഫസ്റ്റ് അത് മാത്രം ഓർത്താൽ മതി. ഇതൊരു ഓൾട്ടർനേറ്റർ ആണ്. ആക്ച്വലി ഇ എഫ് ആംഗിൾ ഡെൽറ്റ വരും. ഓൾട്ടർനേറ്ററിന്റെ ഡെൽറ്റയൊക്കെ പോസിറ്റീവ് ആയിരിക്കും, അതൊക്കെ ശ്രദ്ധിക്കുക. ഓൾട്ടർനേറ്ററിന്റെ റിയാക്ടൻസ് 0.2 പെർ യൂണിറ്റ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബസ് ബാറിന്റെ റിയാക്ടൻസ് അവർ പറയുന്നുണ്ട്, അത്രയാണ് 0.6 പെർ യൂണിറ്റ്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഈസി ക്വസ്റ്റ്യൻ അല്ലേ. മാക്സിമം പവർ ദാറ്റ് ക്യാൻ ബി ഡെലിവേർഡ് എന്ന് പറയുന്നത് ഇ ഇൻറ്റു വി ബൈ എക്സ് ആണ്. പവർ ഡെലിവറി എന്താണ്? ഇ വി ബൈ എക്സ് ഇൻറ്റു സൈൻ ഡെൽറ്റ. മാക്സിമം പവർ ഡെലിവറി ഇ വി ബൈ എക്സ്. സോ ഇ വി ബൈ എക്സ് എന്താണ്? കിട്ടിയൊരു ആൻസർ 2 അല്ലേ? കറക്റ്റ് ആണ്. ദിനേഷ് മോഹൻ, ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, ആൻസർ 2 ആണ്. എക്സൈറ്റേഷന്റെ വാല്യൂ എന്താണ്? ഇ എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.6 പെർ യൂണിറ്റ്.
ബസ് ബാറിന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 1 per unit ഡിവൈഡഡ് ബൈ ടോട്ടൽ എക്സിന്റെ വാല്യൂ എന്താണ്, ടോട്ടൽ റിയാക്ടൻസ് ട്രാൻസ്ഫർ റിയാക്ടൻസ് എന്താണ് ഫ്രം ദ ജനറേറ്റർ ടു ബസ് ബാർ 0.2 plus 0.6 which is 0.8. സോ ആൻസർ എന്താണ് 2 per unit. ഈ ട്രാൻസ്ഫർ റിയാക്ടൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് എക്സാമിനേഷനകത്ത് ട്രാൻസ്ഫർ റിയാക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ ട്രാൻസ്ഫർ റിയാക്ടൻസ് കാൽക്കുലേഷൻ പ്രൊസീജിയറും പ്രോബ്ലവും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷന് അത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നിങ്ങൾ ഇല്ലാത്തവർ ശ്രദ്ധിക്കുക, ട്രാൻസ്ഫർ റിയാക്ടൻസ് കാൽക്കുലേഷന്റെ പ്രൊസീജിയർ ഒന്ന് അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് ട്രാൻസ്ഫർ റിയാക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം അത് എക്സാമിനേഷൻ അതിപ്പോൾ വന്നതേ ഉള്ളൂ, ഇനി ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് കൂടാതെ നിങ്ങൾ ഫോൾട്ട് അനാലിസിസും കൂടെ അറിഞ്ഞിരിക്കണം. ഫോൾട്ട് അനാലിസിസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. റിയാക്ടൻസ് റിലേ ഈസ് നോർമലി പ്രിഫേർഡ് ഫോർ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ്. ഞാൻ ഫോൾട്ട് അനാലിസിസ് പറയാൻ കാരണം ഫോൾട്ട് അനാലിസിസിന്റെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് ഏരിയ കവർ ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഫോൾട്ട് അനാലിസിസിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനൊക്കെ ഒരുവിധം ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് നാളെ ഫോൾട്ട് അനാലിസിസ് ഒക്കെ പല പല എക്സാമിനേഷനകത്തൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഓർമ്മ. മാത്രമല്ല ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് സ്റ്റെബിലിറ്റിയാണ്. സ്റ്റെബിലിറ്റിയിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. ബാക്കി ലോഡ് ഫ്ലോ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറച്ച് കുറവാണ്, എങ്കിലും വരാം. ശരി, റിയാക്ടൻസ് റിലേ ഈസ് നോർമലി പ്രിഫേർഡ് ഫോർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ്. എന്തായിരിക്കും ആൻസർ? റിയാക്ടൻസ് റിലേ ഈസ് നോർമലി യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ്. ഇതിന്റെ ആൻസർ തന്നെയല്ലേ അല്ലേ? ആൻസർ എന്താണ്? എർത്ത് ഫോൾട്ട്. കാരണം നമ്മുടെ റിയാക്ടൻസ് റിലേയുടെ പ്രത്യേകത എന്താണ്? റിയാക്ടൻസ് റിലേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോൾട്ട് പോയിന്റ് വരെയുള്ള റിയാക്ടൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താണ്? എപ്പോഴും ഈ ഫോൾട്ട് വരുന്ന സമയത്ത് റിലേക്ക് ഒരു കാൽക്കുലേഷന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം വരാം. കാരണം ഇപ്പോൾ ഒരു ആർക്കിംഗ് ഫോൾട്ട് അടിച്ചു കഴിഞ്ഞാൽ ആർക്കിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്. സോ റിലേ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇമ്പിഡൻസ് റിലേ ഒക്കെ ആണെങ്കിൽ ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആർക്കിന്റെ റെസിസ്റ്റൻസും കൂടെ അത് കാൽക്കുലേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ റിലേക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. റിലേ നോക്കുമ്പോൾ ഇമ്പിഡൻസ് കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ഹയർ ദാൻ ദ സെറ്റ് വാല്യൂ. അപ്പോൾ ഈ റിലേ വിചാരിക്കും എന്താണ്, ഫോൾട്ട് റീച്ചിന്റെ പുറത്താണ്, റിലേ മിണ്ടാണ്ടിരിക്കും. ഓക്കെ, അതിനാണ് അണ്ടർ റീച്ചിങ് ഓഫ് റിലേ എന്ന് പറയുന്നത്. സോ അതിൻ്റെയൊക്കെ പ്രശ്നം ഈ ആർക്കിംഗ് ഫോൾട്ട് അല്ലെങ്കിൽ എർത്ത് ഫോൾട്ടിന്റെ പ്രശ്നം എന്താണ്? എർത്ത് റെസിസ്റ്റൻസ് ചിലപ്പോൾ ഹൈ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും റിട്ടേൺ പാത്ത് ടു ട്രാൻസ്ഫോമർ ഒക്കെയാണ് ശരിക്കും എർത്ത് ഫോൾട്ടിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സപ്പോസ് ഇപ്പോൾ ഒരു അടിയിൽ നല്ല പാറകഷ്ണമുള്ള വല്ല മലപ്രദേശത്തൊക്കെ ആണെങ്കിൽ അടിയിൽ പാറക്കെട്ടുകളൊക്കെ ഉണ്ടാവും. സോ ആ സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു എർത്ത് കിട്ടത്തില്ല, ഭയങ്കര ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. സോ ആ സമയത്തൊക്കെ നമ്മൾ റിയാക്ടൻസ് റിലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഫോൾട്ട് ഐഡന്റിഫൈ ചെയ്ത് എന്താണ് സർക്യൂട്ട് ട്രിപ്പ് പോകും. അതാണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. റിയാക്ടൻസ് റിലേ ആർക്കിംഗ് ഫോൾട്ട് വരുമ്പോൾ, എർത്ത് ഫോൾട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ റിയാക്ടൻസ് റിലേ യൂസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം റിയാക്ടൻസ് റിലേ നമ്മൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനാണ് യൂസ് ചെയ്യുന്നത്. റിയാക്ടൻസ് റിലേ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷണൽ റീസ്ട്രെയിൻ ഓവർ കറണ്ട് ടൈപ്പ് ഓഫ് റിലേ ആണ്. അതിനകത്ത് റീസ്ട്രെയിനിങ് ഫീച്ചർ കൊടുത്തേക്കുന്നത് ഡയറക്ഷണൽ എലമെന്റും ഓവർ കറണ്ട് ടൈപ്പാണ് ശരിക്കും നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് എലമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം, മോർ ടൈപ്പ് ഓഫ് റിലേ പവർ സ്വിങ്സ് കൂടുതലായി വരുന്ന ലോങ് ട്രാൻസ്മിഷൻ ലൈനാണ് മോർ ടൈപ്പ് ഓഫ് റിലേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേർ പവർ സ്വിങ്സ് ആർ ഹൈ വി മേക്ക് യൂസ് ഓഫ് മോർ ടൈപ്പ് ഓഫ് റിലേ. ഓക്കെ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ, എർത്ത് ഫോൾട്ട്. ഇത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ 50 ഹെർട്സ് 17.2 നിങ്ങളുടെ കുറച്ച് സമയം കൂടെ ഞാൻ എടുക്കുകയാണ്. A 50 Hz 17.32 kilovolt generator is connected to a power system. The system reactance and capacitance per phase. Okay, 50 Hz 17.32 kilovolt generator ആണ്. It is connected to a power system. Okay, the system reactance and capacitance per phase. സിസ്റ്റത്തിന്റെ റിയാക്ടൻസ് എന്ന് പറയുന്നത് മില്ലി ഹെൻറി ആണ്. ഓക്കെ, കപ്പാസിറ്റൻസ് മൈക്രോ ഫാരഡ് ആയിക്കോട്ടെ. What is the maximum voltage across the circuit breaker at the instant when it passes through 0? അതായത് അവർ ചോദിക്കുന്നത് എന്താണ്, വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്താണ്, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും മാക്സിമം വാല്യൂ ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്? ജനറേറ്റർ നോക്കുക, 17.32 കിലോവോൾട്ട് ആണ്. ഒരു 3 ഫേസ് ജനറേറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, 50 ഹെർട്സ് എന്ന് പറയുന്നുണ്ട്. സിംഗിൾ ഫേസിനെ പറ്റിയൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി 3 ഫേസ്. സോ മാക്സിമം വാല്യൂ എന്താണ്?
കറക്റ്റ് ആണ്. ഓക്കെ, ഷിൽന ചന്ദ്രൻ കറക്റ്റ് ആൻസർ ആണ്. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് വി എം ആണ്. നമ്മുടെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്താണ്? ഇറ്റ് ഈസ് വി എം ഇൻറ്റു 1 മൈനസ് കോസ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് എൽ സി. മാക്സിമം വാല്യൂ ഈസ് നത്തിങ് ബട്ട് 2 ടൈംസ് വി എം. ഈ ഒരു ഇക്വേഷൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? 2 ടൈംസ് വി എം. സോ 2 ടൈംസ് വി എം കാൽക്കുലേറ്റ് ചെയ്യുക. 2 ടൈംസ് വി മാക്സ് എന്ന് പറയുന്ന പെർ ഫേസ് എടുക്കുക. പെർ ഫേസ് 17.32 എന്ന് പറയുന്നത് കിലോ വോൾട്ട് 3 ഫേസ് ആണ്. ഡിവൈഡഡ് ബൈ റൂട്ട് 3 ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പെർ ഫേസ് കിട്ടും. പെർ ഫേസ് RMS വാല്യൂ ആണ് സ്റ്റിൽ, അതിൻ്റെ മാക്സിമം വാല്യൂ എടുക്കുക √2. ഓക്കെ, സോ നിങ്ങൾക്ക് 17.32 ഇൻറ്റു 2√2 ഡിവൈഡഡ് ബൈ √3. ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ. 17.32 divided by √3 into 2√2. Answer is option A, 28.28 kilovolt. Okay, so നിങ്ങൾക്ക് കിട്ടാത്തവർ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ A, 28.28 kilovolt. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The neutral of a 10 MVA 11 kilovolt alternator is earthed through a resistance of 5 ohm. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിനേഷനോ PWD AE എക്സാമിനേഷനോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2014 16 ആ റേഞ്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. The neutral of a 10 MVA 11 kilovolt alternator is earthed through a resistance of 5 ohm. ന്യൂട്രൽ എർത്ത് ചെയ്തിട്ടുണ്ട് ത്രൂ 5 ohm റെസിസ്റ്റർ. The earth fault relay is set to operate at 0.75 ampere. CT ratio തന്നിട്ടുണ്ട് 1000 divided by 5. അങ്ങനെയാണെങ്കിൽ what is the percentage of alternator winding that is protected? What is the percentage of alternator winding protected? ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായി. ഇത് നമ്മുടെ കേരള PSCയുടെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് 10 MVA 11 kilovolt ഓൾട്ടർനേറ്റർ. സോ നമ്മുടെ കയ്യിൽ ഒരു ഓൾട്ടർനേറ്റർ ഉണ്ട്. ഓൾട്ടർനേറ്റർ ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, സ്റ്റാർ തന്നെയാണ്. ഓക്കെ, വാട്ടോ ന്യൂട്രൽ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഈസ് ഗ്രൗണ്ടഡ് ത്രൂ എ റിയാക്ടൻസ് ഓഫ് 5 ohm. എർത്ത് ഫോൾട്ട് റിലേ സെറ്റ് ടു ഓപ്പറേറ്റ് അറ്റ് 0.75 ആംപിയർ. ഇവിടെ ഒരു എർത്ത് ഫോൾട്ട് റിലേ വെച്ചിട്ടുണ്ട്. ആ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത് 0.75 ആംപിയറിലാണ്. കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി തന്നെയാണ്. ഇവിടെ നമുക്ക് 0.75 ആംപിയർ കിട്ടി. ആ 0.75 ആംപിയർ റിലേ കൂടെ ഫ്ലോ ചെയ്യണമെങ്കിൽ ഈ ന്യൂട്രലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കണം? റിലേ റേഷ്യോ തന്നിട്ടുണ്ട്. സോ ദാറ്റ് കറണ്ട് ഷുഡ് ബി 0.75 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് എന്താണ്? 750 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 150 ആംപിയർ. ഓക്കെ, അതായത് 150 ആംപിയർ ആണ് ഇതുവഴി ഫ്ലോ ചെയ്യുന്നത്. അതായത് 150 ആംപിയർ ഇതുവഴി 5 ohm വഴി ഫ്ലോ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ 150 ആംപിയർ ന്യൂട്രലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ എർത്ത് ഫോൾഡറിലെ പിക്കപ്പ് ആവും. എർത്ത് ഫോൾഡറിലെ പിക്കപ്പ് ആവും. ഇനി 150 ആംപിയർ ഇവിടെ ഫ്ലോ ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ഓൾട്ടർനേറ്റർ വൈൻഡിങ് പ്രൊട്ടക്റ്റഡ് എന്നാണ്. ഓക്കെ, വാട്ട് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ഓൾട്ടർനേറ്റർ വൈൻഡിങ് പ്രൊട്ടക്റ്റഡ്? ദിനേഷ് മൂവിൻ അതിൽ PP കറക്റ്റ് ആണ്. ആൻസർ കറക്റ്റ് ആണ്. അതിൻ്റെ അർത്ഥം ഈ ഇവിടെ എത്ര വോൾട്ടേജ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്? 150 × 5 എന്ന് പറഞ്ഞാൽ 750 വോൾട്ട്. ഈ 750 വോൾട്ട് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ആ 750 വോൾട്ട് വരുന്നിടത്തായിരിക്കണം ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അതായത് ഇവിടെ എവിടെയോ ഒരു ഫോൾട്ട് സംഭവിച്ചു എന്ന് വിചാരിക്കാം. ഇവിടെ എവിടെയോ ഒരു ഫോൾട്ട് സംഭവിച്ചു. ഓരോ ടേണിലും വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് പോവുകയാണല്ലേ. സോ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 11 kilovolt ഡിവൈഡഡ് ബൈ √3 എന്ന് പറയുന്നതാണ് ഒരു ഫേസിലെ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഏറ്റവും താഴത്തെ ടേണിലൊക്കെയാണ് നമ്മുടെ ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടാവുക എങ്കിൽ ആ ഫോൾട്ട് കറണ്ട് വളരെ ചെറുതായിരിക്കും. ആ ഫോൾട്ട് കറണ്ട് 150 ആംപിയറിനേക്കാളും താഴെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ റിലേ പിക്കപ്പ് ആവത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഏറ്റവും താഴത്തെ ടേണിലൊക്കെ ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ റിലേ ഇസ് നോട്ട് ഗോയിങ് ടു പിക്കപ്പ്. സോ സം പെർസെൻറ്റേജ് ഓഫ് ദ വൈൻഡിങ് ഈസ് സ്റ്റിൽ അൺപ്രൊട്ടക്റ്റഡ്. ഓക്കെ, ഇവിടെ 150 ആംപിയർ മിനിമം വരണം. ദാറ്റ് മീൻസ് 150 × 5 എന്ന് പറയുന്ന എന്താണ്? 750 വോൾട്ട് ഡെവലപ്പ് ചെയ്യത്തക്ക വൈൻഡിങ്ങിന് മേളിൽ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ റിലേ പിക്കപ്പ് ആവത്തുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാൻ? 150 × 5 എന്ന് പറയുന്ന വോൾട്ടേജ് 11 kilovolt ഡിവൈഡഡ് ബൈ √3. അപ്പോൾ ഈ വോൾട്ടേജ് ആസ് എ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ ഫേസ് വോൾട്ടേജ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ പെർസെൻറ്റേജ് വൈൻഡിങ് അൺപ്രൊട്ടക്റ്റഡ്. അതിൻ്റെ അർത്ഥം വൈൻഡിങ്ങിൻ്റെ എത്രയും പ്രൊട്ടക്റ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
1ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി ഈ ഫ്രാക്ഷൻ. പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1ൽ നിന്ന് ഈ ഫ്രാക്ഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 88.2% പ്രൊട്ടക്റ്റഡ് എന്നുള്ളത്. ഓക്കെ, സോ ദ വൈൻഡിങ് പെർസെൻറ്റേജ് വൈൻഡിങ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഓപ്ഷൻ ബി, 88.2%. അതായത് ആ റിലേ പിക്കപ്പ് ആവണമെങ്കിൽ മിനിമം 0.75 ആംപിയർ കറണ്ട് വേണം. 0.75 ആംപിയർ കറണ്ട് റിലേ കൂടെ ഫ്ലോ ചെയ്യണമെങ്കിൽ ആ ലൈൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇത് 1000/5 ആയിരിക്കണം. 1000/5 × 5 എന്ന് പറയുന്ന 1000/5 × 0.75 എന്ന് പറയുന്ന കറണ്ടായ 150 ആംപിയർ 5 ഓമിൽ കൂടെ ഫ്ലോ ചെയ്താൽ നമുക്ക് 750 വോൾട്ട് വരെ കിട്ടും. ആ വോൾട്ടേജിന് മേളിൽ അത്രയും വോൾട്ടേജ് നിന്നാൽ മാത്രമേ നമുക്ക് ഈ 150 ആംപിയർ ഫ്ലോ ചെയ്യത്തുള്ളൂ. സോ അതിന്റെ മേളിൽ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആക്ച്വലി നമ്മുടെ റിലേ പിക്കപ്പ് ആവത്തുള്ളൂ. അതാണ് അതിന്റെ ഒരു മീനിങ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ സോൾവ് ചെയ്യാം. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ നല്ലത്. ആൻസർ ഈസ് 88.2%. ഓക്കെ, സോ ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, എ പവർ സിസ്റ്റം ഈസ് ഹാവിംഗ് 300 ബസ്സസ്. ന്യൂട്ടൺ റാഫ്സന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ പവർ സിസ്റ്റം ഈസ് ഹാവിംഗ് 300 ബസ്സസ് ഔട്ട് ഓഫ് വിച്ച് 20 ബസ്സസ് ആർ ജനറേറ്റർ ബസ്. ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 300 ബസ് ഉണ്ട്, അതിനകത്ത് 20 ബസ് എന്ന് പറയുന്നത് ജനറേറ്റർ ബസ്, 25 ബസ് എന്ന് പറയുന്നത് ആർ ദ വൺസ് വിത്ത് റിയാക്റ്റീവ് പവർ സപ്പോർട്ട്, 15 ബസ് എന്ന് പറയുന്നത് ആർ ദ വൺ വിത്ത് ഫിക്സഡ് ഷണ്ട് കപ്പാസിറ്റർ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. സൈസ് ഓഫ് ദ ജക്കോബിയൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിപ്പോൾ ഒരു ലോഡ് ബസ്സേ ഉള്ളൂ. ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ലോഡ് ബസ് ആണെങ്കിൽ ലോഡ് ബസ്സിന് വിയും ഡെൽറ്റയാണ് അൺനോൺ. വിയും ഡെൽറ്റയും അൺനോൺ ആണ്. നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റി പിയും ക്യൂ ആണ്. സോ ഇതിനകത്ത് ഡോ പി ബൈ ഡോ ക്യൂ നമ്മുടെ ന്യൂട്ടൺ റാഫ്സന്റെ ഒരു മെത്തേഡ്, ഒരു ഓവറോൾ സ്ട്രക്ചർ അറിയാമെന്ന് കരുതുന്നു. വേരിയേഷൻ ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു വി, വേരിയേഷൻ ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റ, വേരിയേഷൻ ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു വി, വേരിയേഷൻ ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റ. സോ ഒരു ബസ് ഉണ്ടെങ്കിൽ നമുക്ക് 2/2 മെട്രിക്സിനുള്ള ഒരു സ്കോപ്പ് അവിടെ വരുന്നുണ്ട്. ഒരു ലോഡ് ബസ് ആണെങ്കിൽ, 2 ലോഡ് ബസ് ആണെങ്കിൽ ആ 2 ബസ്സിന്റെയും പിയും ക്യൂവും വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വി ആൻഡ് ഡെൽറ്റ. സോ അവിടെ നമുക്ക് 4/4 മെട്രിക്സ് വരും. 300 ലോഡ് ബസ് ഉണ്ടെങ്കിൽ നമുക്ക് 2 times of 300 എന്ന് പറയുന്ന 600/600 സൈസ് വരാം. പക്ഷെ ഒരു പവർ സിസ്റ്റത്തിനകത്ത് ലോഡ് ബസ് മാത്രമല്ല, പവർ സിസ്റ്റത്തിനകത്ത് ഒരുപാട് ബസ്സസ് വരുന്നുണ്ട്. സോ മാക്സിമം വരാമെന്നുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ബസ്സിന്റെ 2 times. ഞാനിപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബസ് പി എന്ന് നടക്കുകയാണെങ്കിൽ 2p/2p എന്ന് പറയുന്നതാണ് നമുക്ക് മാക്സിമം വരാൻ പറ്റുന്ന സൈസ് ഓഫ് ദി ജക്കോബി. പക്ഷെ ഒരിക്കലും അങ്ങനെ വരത്തില്ല. ഒരു പവർ സിസ്റ്റം എടുത്താൽ അതിനകത്ത് ജനറേറ്റർ ബസ് ഉണ്ടാവും, ലോഡ് ബസ് ഉണ്ടാവും, സ്ലാക്ക് ബസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ബസ്സസ് അവൈലബിൾ ആയിരിക്കും. ഇനി നോക്കാം, ഇനി ഇതിനകത്ത് ഞാൻ ഒരു ജനറേറ്റർ ബസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ജനറേറ്റർ ബസ് ആണെങ്കിൽ ആ ജനറേറ്റർ ബസ്സിന്റെ നോൺ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പിയും വിയും ആണ്. അതിനകത്ത് ക്യൂവും ഡെൽറ്റയാണ് അൺനോൺ. നമുക്ക് വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വി ആൻഡ് ഡെൽറ്റ അറിഞ്ഞാൽ മതി. വി ഓൾറെഡി എന്താണ് നോൺ ക്വാണ്ടിറ്റി, ഇറ്റ് ഇസ് എ ഫിക്സഡ് ക്വാണ്ടിറ്റി വിത്ത് ദ കേസ് ഓഫ് എ ജനറേറ്റർ. അതുകൊണ്ട് തന്നെ നമുക്ക് വേരിയേഷൻ ഓഫ് പി ആൻഡ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു വി കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം വി ഇസ് എ ഫിക്സഡ് ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് എന്താണ് വിയും ഡെൽറ്റയിൽ ഒരു പാരാമീറ്റർ സേവ് ആയി കിട്ടി. സോ സൈസ് ഓഫ് ദ ജക്കോബിയൻ റെഡ്യൂസസ് ബൈ 1 ഫോർ എവറി 1 ജനറേറ്റർ ബസ്. ഓക്കെ, ഫോർ എവറി 1 ജനറേറ്റർ ബസ്. Size of the Jacobian reduces by 1 for every 1 generator bus. So ഇവിടെ 25 ബസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, സോറി 20 ബസ്സസ് ആർ 20 ജനറേറ്റർ ബസ്. 20 ജനറേറ്റർ ബസ് ഉണ്ടെങ്കിൽ സൈസ് വിൽ റെഡ്യൂസ് ബൈ 1. സൈസ് വിൽ റെഡ്യൂസ് ബൈ 1. സോ ജനറേറ്റർ ബസ് എന്ന് പറയുന്ന പി വി ബസ് പല ഫോമിൽ നമുക്ക് ബസ്സിനകത്ത് തരാം. ഞാൻ ജനറലൈസ് ചെയ്ത് എം എടുത്തു കഴിഞ്ഞാൽ ജനറേറ്റർ ബസ്സിനെ ഞാൻ എം എന്ന് എടുക്കുന്നു. 25 ആർ ദ ബസ് വിത്ത് ഫിക്സഡ്, ശ്രദ്ധിക്കുക, 25 ബസ്സസ് ആർ ദ വൺ വിത്ത് റിയാക്റ്റീവ് പവർ സപ്പോർട്ട്. റിയാക്റ്റീവ് പവർ സപ്പോർട്ട് ഉള്ള ബസ്സുകളെ നമ്മൾ പി വി ബസ്സായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. 15 ബസ്സസ് ആർ ദ വൺസ് വിത്ത് ഫിക്സഡ് ഷണ്ട് കപ്പാസിറ്റർ. ശ്രദ്ധിക്കുക, ഫിക്സഡ് ഷണ്ട് കപ്പാസിറ്ററിനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. കാരണം ഫിക്സഡ് ഷണ്ട് കപ്പാസിറ്റർ ബസ് എന്ന് പറഞ്ഞാൽ ക്യൂ ഫിക്സഡ് ആണ്. ക്യൂ ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ലോഡ് ബസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ അതിനെ പി വി ബസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ നമുക്കിപ്പോൾ എന്താണ് സംഭവിച്ചത്, ടോട്ടൽ 300 ബസ് ഉണ്ടെങ്കിലും 25 ബസ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവർ സപ്പോർട്ട്, നത്തിങ് ബട്ട് പി വി ബസ്. 20 ബസ് എന്ന് പറയുന്നത് ജനറേറ്റർ ബസ്. സോ ടോട്ടലി എം ഇസിക്കലി 20 + 25 എന്ന് കിട്ടി. ഓക്കെ, ബാക്കി അപ്പോൾ ഇത്രയും പി വി സപ്പോർട്ട് ബസ്സും ബാക്കിയെല്ലാം ലോഡ് ബസ് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം
ഇറ്റ് ഈസ് പർപ്പോസ് ടു പെർഫോം എ ലോഡ് ഫ്ലോ അനാലിസിസ്. സോ ലോഡ് ഫ്ലോ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഒരു ബസ്സിനെ സ്ലാക്ക് ആക്കി മാറ്റണം. ഒരു ബസ്സിനെ നമ്മൾ സ്ലാക്ക് ആക്കി മാറ്റണം. സ്ലാക്ക് ബസ്സിന്റെ പ്രത്യേകത എന്താണ്? സ്ലാക്ക് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വിയും ഡെൽറ്റയും നോൺ ആണ്. വിയും ഡെൽറ്റയും നോൺ ആണ്. സോ നമ്മൾ ജക്കോബിന്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യും. വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വിയും വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റ അതിനകത്ത് വരുന്നില്ല. സോ ഒരു സ്ലാക്ക് ബസ് ഉണ്ടെങ്കിൽ അതിനകത്ത് -2 നമ്മൾ ചെയ്യണം. സൈസ് ഓഫ് ദ ജക്കോബിൻ റെഡ്യൂസസ് ബൈ 2. സോ ടോട്ടലി ഞാൻ പറയുന്നു 2p - m - 2 ബാർ 2p - m - 2. ഇതാണ് ശരിക്കും സൈസ് ഓഫ് ദ ജക്കോബിയൻ. ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഒരു വേരിയേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്രാവശ്യം AP ചോദിച്ചു. പക്ഷെ ആ ഒരു ലെവൽ വരെ നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറിനെ പ്രതീക്ഷിക്കേണ്ട. അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ലെവൽ ക്വസ്റ്റ്യൻ ആണത്. ഇതിനകത്ത് 2p - m - 2 ക്രോസ് 2p - m - 2. വേർ m എന്ന് പറയുന്നത് ഞാൻ ഇവിടെ -1 എടുക്കുന്നു. കാരണം എന്താണ്? ഒരു ജനറേറ്റർ ബസ് ഓഫ് ഹയസ്റ്റ് പവർ ജനറേഷനെയാണ് നമ്മൾ യൂഷ്വലി എന്താണ് സ്ലാക്ക് ബസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ 20 പറഞ്ഞിട്ടുള്ളത് 20 ബസ്സസ് ആ ജനറേറ്റർ ബസ്. അതിൽ ഞാൻ ഒരു ബസ് അങ്ങോട്ട് മാറ്റി സ്ലാക്കിലേക്ക് മാറ്റി. സോ ടോട്ടൽ എമ്മിൽ 1 റെഡ്യൂസ് ചെയ്യും, -2 ഞാൻ സ്ലാക്കിൻ്റെത് കൺസിഡർ ചെയ്യണം. സോ ഇതാണ് നമ്മളുടെ ടോട്ടൽ ആൻസർ. സോ സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? എം എന്ന് പറയുന്നത് എന്താണ്? 20 + 25 - 1 എന്ന് പറയുന്നത് 44 വരും. ഇപ്പം എത്രയാണ് വരുന്നത്? 300 × 600 - 44 - 2 ക്രോസ് 600 - 44 - 2. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. നിങ്ങൾക്ക് എത്ര കിട്ടിയ? കറക്റ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി തന്നെ വരും അല്ലേ? 44 - 2 എന്ന് പറയുന്നത് 46. ഓക്കെ. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 554 ക്രോസ് 554. ശ്രദ്ധിക്കുക, സ്ലാക്ക് ബസ്സിനെ പറ്റി ഒരു അക്ഷരം ഉണ്ടെന്നുണ്ടാവില്ല. പക്ഷേ ലോഡ് ഫ്ലോ അനാലിസിസ് നടത്തണമെങ്കിൽ ഒരു ജനറേറ്റർ ബസ് സ്ലാക്ക് ബസ്സിലേക്ക് മാറ്റണം. തന്നിട്ടുള്ള ജനറേറ്റർ ബസ്സിൽ നിന്ന് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ 19 ജനറേറ്റർ ബസ് ആക്ച്വലി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഫിക്സഡ് ഷണ്ട് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഷണ്ട് കപ്പാസിറ്റർ ഫിക്സഡ് മീൻസ് ക്യൂ ഇസ് ആക്ച്വലി ഫിക്സഡ്. ക്യൂ ഫിക്സഡ് ആയി കഴിഞ്ഞാൽ ലോഡ് ബസ്സായി മാറി. പി ഓൾറെഡി നമുക്കറിയാം, എല്ലാ ബസ്സിന്റെയും പി നമുക്കറിയാം. ക്യൂ ഓൾറെഡി ഫിക്സഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് എ PQ ബസ്. ഓക്കെ, സോ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. PQ ബസ്സായിട്ട് തന്നെ അതിനെ കൺസിഡർ ചെയ്യാം. 15 ബസ്സസ് ആർ ദ വൺ വിത്ത് ഫിക്സഡ് ഷണ്ട് കപ്പാസിറ്റർ. ആ ഒരു പേര് മാത്രം നോട്ട് ചെയ്ത് വെക്കുക, ഫിക്സഡ് ഷണ്ട് കപ്പാസിറ്റർ. ബാക്കി വരുന്ന ബസ്സെല്ലാം നമുക്ക് എമ്മിന്റെ കൂടെ ആഡ് ചെയ്തെടുക്കാം, PV ബസ്സിന്റെ കൂടെ. ഓക്കെ, ശരി. ആൻസർ ഈസ് ഓപ്ഷൻ ഡി 554 ക്രോസ് 554. തൽക്കാലം ഇത്ര അറിഞ്ഞിരിക്കുക. ഇത് കൂടാതെ നിങ്ങൾ എക്സാമിനേഷനകത്ത് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്, ഓക്കെ, ഇത് തന്നെ വരുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. റീസെന്റ് എക്സാമിനേഷൻ എല്ലാം നമ്മൾ അങ്ങനെ ഒരു പാറ്റേൺ കണ്ടു തുടങ്ങി. ഓക്കെ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അടക്കം നമ്മൾ ഒരു പാറ്റേൺ അല്ല, ക്വസ്റ്റ്യന്റെ ലെവലിൽ ഒരു സ്വിച്ചിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡിഫറൻസ്, അതായത് ന്യൂട്ടൺ റാഫ്സന്റെയും ഗോസ് സീഡലിന്റെയും ഡിഫറൻസ്, തിയറിറ്റിക്കൽ ഡിഫറൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുകൂടാതെ ലോഡ് ഫ്ലോ അല്ലല്ലോ, ഫാസ്റ്റ് ഡീകപ്പിൾഡ് മെത്തേഡും ന്യൂട്ടൺ റാഫ്സണും തമ്മിലുള്ള ഡിഫറൻസ്. ഫാസ്റ്റ് ഡീകപ്പിൾഡിനകത്ത് ഈ വേരിയേഷൻ ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു വിയും വേരിയേഷൻ ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റയും അത് എലിമിനേറ്റ് ചെയ്തു. സോ അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് എന്താണ് സൈസ് ഓഫ് ദ ജക്കോബിൻ അങ്ങനെ തന്നെ ഇരിക്കുമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടേഷൻ ടൈം കുറയുന്നുണ്ട്. കാരണം ഒരുപാട് എലിമെന്റ്സ് നമുക്ക് 0 ആയി പോകുന്നുണ്ട്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ സ്റ്റെബിലിറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. ലോഡ് ഫ്ലോ അനാലിസിസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലോഡ് ഫ്ലോ അനാലിസിസ് നമ്മുടെ ഫോൾട്ട് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെ ഫോൾട്ട് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അതിന്റെ സീറോ സീക്വൻസ് കറണ്ടും ഫോൾട്ട് കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പും, നെറ്റ്വർക്ക് എങ്ങനെയാണ് സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ കണക്ട് ചെയ്യുന്നത്, സീക്വൻസ് കറണ്ട് ആണോ സെയിം, സീക്വൻസ് വോൾട്ടേജ് ആണോ സെയിം, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിനകത്ത് സീറോ സീക്വൻസ് കറണ്ട് വരുന്നില്ല, പോസിറ്റീവ് സീക്വൻസ് നെഗറ്റീവ് സീക്വൻസ് കറണ്ടും സെയിം ആണ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് √3 ടൈംസ് സീക്വൻസ് കറണ്ട് ആണ്, ശ്രദ്ധിക്കുക. ഡബിൾ ലൈൻ ഫോൾട്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിനകത്ത് സീക്വൻസ് വോൾട്ടേജസ് എല്ലാം സെയിം ആണ്. സീക്വൻസ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ യൂസ് ചെയ്ത് സീക്വൻസ് കറണ്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ 3 ഫേസ് വോൾട്ട്, സിമെട്രിക്കൽ എന്താണ്, അൺസിമെട്രിക്കൽ എന്താണ്. ട്രാൻസ്ഫോമർ വരുമ്പോൾ ഉള്ള കേസിനകത്ത് സീറോ സീക്വൻസ് ഇമ്പിഡൻസ് വരച്ച് ഇമ്പിഡൻസിന്റെ നെറ്റ്വർക്കിന്റെ ഇമ്പിഡൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട അവസ്ഥ നമുക്ക് വരാറുണ്ട്. സോ ആ സമയത്ത് നമ്മൾ ഒരു സീക്വൻസ് നെറ്റ്വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സീക്വൻസും നെഗറ്റീവ് സീക്വൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സീറോ സീക്വൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം ട്രാൻസ്ഫോമറിന്റെ സ്വിച്ചിങ് ഡയഗ്രാം, ട്രാൻസ്ഫോമർ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ദ ട്രാൻസ്ഫോമർ സ്വിച്ചിങ് ഡയഗ്രാം. അത് വരച്ചതിന് ശേഷം നെറ്റ് സീറോ സീക്വൻസ് ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാം.
സപ്പോസ് ഇപ്പോൾ ഒരു സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് സംഭവിച്ചു എന്ന് വിചാരിക്കുക ഒരു കോംപ്ലക്സ് നെറ്റ്വർക്കിനകത്ത്. സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3E ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2 പ്ലസ് Z0 പ്ലസ് 3 ടൈംസ് ZF ആണ്. അതിനകത്ത് Z0 കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ Z0 എന്ന് പറയുന്നത് ടോട്ടൽ നെറ്റ്വർക്കിന്റെ Z0 ആണ്. ആ Z0 കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം ട്രാൻസ്ഫോമർ, നമ്മുടെ 3 ഫേസ് ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമറിനെ റീപ്ലേസ് ചെയ്ത സമയത്ത് സ്വിച്ചിങ് ഡയഗ്രാം കൊണ്ട് റീപ്ലേസ് ചെയ്തതിന് ശേഷം മാത്രം ഇക്വലന്റ് സീറോ സീക്വൻസ് ഇംപെഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ബാക്കി നമുക്ക് മൈൻഡ് ഒരുപാട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മൈൻഡിൽ തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. സീറോ സീക്വൻസ് ക്വസ്റ്റ്യൻ തമ്മിലുള്ള വാല്യൂ എല്ലാം ആഡ് ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. സോറി, പോസിറ്റീവും നെഗറ്റീവും സീറോ വരുമ്പോൾ നമ്മളെ കൊണ്ടത് പറ്റത്തില്ല, ഫിഗർ തന്നെ വരയ്ക്കാം. പിന്നെ നമുക്ക് വരുന്നത് സ്ട്രിങ് എഫിഷ്യൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഇനിഷ്യൽ ക്വസ്റ്റ്യൻ, നമ്മുടെ ഇൻസുലേറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരത്തുള്ളൂ. ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസും, ബണ്ടിൽഡ് കണ്ടക്ടർ അങ്ങനത്തെ പോർഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ പ്രൊട്ടക്ഷനകത്ത് നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ റിലേ ആണ് നമുക്ക് മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സർക്യൂട്ട് ബ്രേക്കറിന്റെ റിലേനകത്ത് പ്രോബ്ലംസ്, സിമെട്രിക്കൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ്, പിന്നെ അതുപോലെ തന്നെ ഓരോ ടൈപ്പ് ഓഫ് റിലേസ് എന്തൊക്കെ ആപ്ലിക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത്, ഷോർട്ട്, മീഡിയം, ലോങ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ റിയാക്ടൻസ് റിലേ എന്ന് പറയുന്ന ഡയറക്ഷണൽ റീസ്ട്രെയിൻ ഓവർ കറണ്ട് റിലേ. സോ ഓരോ ടൈപ്പ് ഓഫ് റിലേയും എന്താണ് ഓപ്പറേറ്റിംഗ് ഫോഴ്സ് എന്നും എന്താണ് റീസ്ട്രെയിനിങ് ഫോഴ്സ് എന്നും അത് നോക്കിയിട്ട് പോവാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ മോർ ടൈപ്പ് ഓഫ് റിലേ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഓപ്പറേറ്റിംഗ് ക്വാണ്ടിറ്റി ഡയറക്ഷണലും അതിന്റെ റീസ്ട്രെയിനിങ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എങ്ങാണ്ടാണ്. സോ അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവാം, പെട്ടെന്ന് നോക്കി എഴുതാനായിട്ട്. പവർ സ്വിംഗ് വരുമ്പോൾ മോറിലെ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാണ് എൻ്റെ ഓർമ്മയിലിരിക്കുന്ന സിലബസ്. ഓക്കെ, സോ ഇത്രയും മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എക്സാമിനേഷനെ പറ്റിയോ സബ്ജക്റ്റിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നന്നായിട്ട് പഠിക്കുക, മാക്സിമം പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഈ ബൈ ദിസ് ടൈം ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഷോർട്ട് നോട്ട്സ് ഒക്കെ മാക്സിമം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എക്സാമിനേഷൻ സമയത്ത് ചിലപ്പോൾ മിക്ക സ്റ്റുഡൻസും ഫേസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. എക്സാമിനേഷൻ കഴിഞ്ഞ് റിഗ്രറ്റ് അടിക്കുന്നവരാണ് മെജോറിറ്റി പിള്ളേർ. ഇത് നമുക്ക് ചെയ്യാമായിരുന്നു, ഇതിനേക്കാളും ടഫ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആർക്കും തെറ്റാത്ത ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ്റ്. അത് ആക്ച്വലി ജസ്റ്റ് ഷോർട്ട് നോട്ടൊക്കെ റിവൈസ് ചെയ്ത് ഈച്ച് ആൻഡ് എവരി ചെറിയ കാര്യങ്ങൾ വരെ നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ശരി. സോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. എല്ലാവരും എക്സാമിനേഷനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. ഈ 3 ദിവസം നിങ്ങൾ മാക്സിമം തന്നെ കൊടുക്കണം. തലേ ദിവസം രാത്രി 6 മണി വരെ അല്ലെങ്കിൽ 7-8 മണി വരെ മാക്സിമം തന്നെ കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു, ചിലപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ റിവൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷനകത്ത് 1 മാർക്കിന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ഉഴപ്പിക്കളയരുത് ഈ ഒരു ടൈമിൽ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ എക്സാമിനേഷൻ. എല്ലാവർക്കും നല്ലോണം സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.